ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. मैं कुछ समय परमेश्वर के वचन से शेयर करना चाहूंगा. പുതുതായി വന്നവർക്ക് വചനം ഷെയർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതായിട്ട് വരും. खास तौर पे जब नए लोगों को जब वचन शेयर करते कुछ चीजों को बता के देना. വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർക്ക് ഈ വചനത്തിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് അറിയാം, അതുകൊണ്ട് അവർക്ക് എളുപ്പം മനസ്സിലാകും. कि जो सालों से वचन सुनते हैं इनका बैकग्राउंड पता है तो उन्हें जल्दी समझ में आएगा. അതുകൊണ്ട് ഞാൻ രണ്ടു കൂട്ടർക്കും മനസ്സിലാകുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യാൻ പോകുന്നു. तो मैं दोनों लोगों को समझने लायक मैं कुछ बातें आज बताता हूं. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു മെസ്സേജ് ഉണ്ട്. परमेश्वर दिया हुआ एक संदेश ആ മെസ്സേജ് ഞാൻ പ്രസന്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. उस मैसेज को उस संदेश को मैं प्रेजेंट करना അത് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തോടുള്ള ദൈവത്തിന്റെ ഉത്തരമാണ്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. वो हर एक व्यक्ति से व्यक्तिगत तौर पे एक उत्तर है जो परमेश्वर से आपने सवाल पूछा हुआ है. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ जब परमेश्वर वचन सुनता है ദൈവത്തിന്റെ വചനത്തോട് അങ്ങനെ ഒരു സമീപനം നമുക്കുണ്ടാകണം. तो हमारा एक रिस्पॉन्ड उस प्रकार होना चाहिए परमेश्वर का वचन. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കാൻ. आमीन हालेलुया. आज परमेश्वर मुझसे बातें करेगा. ഇത് ദേവദാസന്മാർ ആര് ദൈവത്തിന്റെ വചനം സംസാരിച്ചാലും कोई भी परमेश्वर का दास जब वचन से बातें करता है വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് വചനം പ്രസന്റ് ചെയ്യുന്നത്. वो बहुत ही प्रार्थना के साथ वचन को प्रेजेंट करता है. different pastors they have different methodologies to share from the word of God. हर एक पासवान का अलग-अलग तरीका रहता है वचन बांटने का. ചില ദേവദാസന്മാരെ ആഴ്ച മുഴുവൻ എടുത്ത് വചനം പ്രാർത്ഥിച്ചൊക്കെ ആണ് वचन प्रसन्न ചെയ്യുന്നത്. कुछ परमेश्वर के दास लोग हैं जो पूरे हफ्ता लेके वचन लेके प्रार्थना करके वचन बांटता है. പ്രിപ്പയർ ചെയ്താണ് വചനം പറയുന്നത്. उसे तैयार करके बांटता है. എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ये पासवान का जो अनुभव है सेवकाई का. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. കർത്താവേ അടുത്ത സൺഡേയിൽ നിന്റെ ജനത്തോട് നീ സംസാരിക്കും. आमीन हालेलुया. पासवान हमेशा प्रार्थना करके चलते परमेश्वर अगले हफ्ते रविवार को तू लोगों से बातें करे. പക്ഷേ ഒരുപക്ഷേ ആരാധന ദിവസം രാവിലെ ആയിരിക്കും, ആരാധനയുടെ നടുക്കായിരിക്കും, സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവനോട് സംസാരിക്കും. ഇതാണ് ഈ ജനത്തിനുള്ള വചനം. कि इस प्रकार होता है कि आराधना के मध्य में या फिर सुबह परमेश्वर मुझसे बातें करते ये बातें आज तुम्हें बताना है. वचन പറയുമ്പോൾ इसलिए जब वचन कहता है ചോദിച്ച ചോദ്യങ്ങൾക്ക് അതിനകത്ത് ഉത്തരം വരും. जो वचन कहता है तो उसमें आपका जो सवालों का उत्तर उसमें मिलेगा. ഒരുപക്ഷേ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന വാചകങ്ങൾ ഈ വചനത്തിൽ വരും. കാരണം നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. हो सकती है आपके घर में जो आपने बातें किया वो इस वचनों के द्वारा प्रकट होगी क्योंकि आपसे परमेश्वर बात कर रहा है. ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന വചനം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാപിച്ച ഒരു വചനമാണ്. आज जो बताने वाले वचन जो आज सुबह प्राप्त किया हुआ वचन है. ഞാൻ ഓർത്തു ഫസ്റ്റ് സർവീസിന് ഈ വചനം പറയാമെന്ന് ഓർത്തു. मुझे इस प्रकार लगा कि पहले सेवकाई सर्विस में वचन बांटूं. ഞാൻ പ്ലാൻ ചെയ്തത്. वैसा मैंने सोचा. फर्स्ट सर्विस നടക്കുമ്പോൾ പെട്ടെന്ന് ആരാധനയുടെ നടുക്ക് വെച്ച് लेकिन जब फर्स्ट सर्विस से फटक से आराधना के बीच में ആത്മാവ് എന്നോട് പറഞ്ഞു, परमेश्वर की आत्मा ने मुझसे कहा ഈ വചനം ഈ സർവീസിന് വേണ്ടിയുള്ളതല്ല. ये वचन इस सर्विस के लिए नहीं है. അപ്പോൾ ആ ഫസ്റ്റ് സർവീസിന് വേണ്ടി പെട്ടെന്ന് ദൈവം ഒരു വചനം എനിക്ക് വെളിപ്പെടുത്തി. ആ വചനം ഞാൻ സംസാരിക്കാനിടയായി തീർന്നു. तो पहले सर्विस के लिए परमेश्वर फटक से एक वचन दिया, उस वचन को मैंने बांटा. ദൈവാത്മാവ് സെക്കൻഡ് സെക്ഷന് വേണ്ടി നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വചനമാണ് ഞാൻ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. तो परमेश्वर की आत्मा जो अभी हमसे जो बातें करने उस वचन मैंने अपने पास रखा है. ഫസ്റ്റ് സർവീസിന് വന്നവർ പോയി, അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് അവർ പോയി. जो पहले सर्विस वाले आए गए, उनके जो सवाल था उनको उत्तर मिलके गए. ഈ സെക്കൻഡ് സർവീസിന് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ വചനത്തിലൂടെ കർത്താവ് ഉത്തരം നൽകാൻ പോയി. जो सेकंड सर्विस से आपका जो सवाल है उस सवालों का परमेश्वर उत्तर देंगे. I used to have another habit. मुझे हमेशा एक आदत है. ദൈവം എനിക്കൊരു വചനം വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ जब परमेश्वर एक वचन प्रकट करके देता ഞാൻ है, ഇങ്ങനെ കർത്താവിനോട് പറയും, കർത്താവേ ആ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനം എനിക്ക് തരണം. मैं वचन से परमेश्वर प्रार्थना करते उस वचन के आधार एक भजन संहिता मुझे दे. തന്ന വചനവുമായിട്ട് റിലേറ്റഡ് ഒരു സങ്കീർത്തനം തരണം. उससे रिलेटेड एक भजन संहिता दे. അത് അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ കർത്താവ് അതേ വചനവുമായിട്ട് ബന്ധമുള്ള ഒരു സങ്കീർത്തനം തരുന്ന ഒരു പതിവുണ്ട്. और परमेश्वर उसी प्रकार से एक भजन संहिता भी मुझे देता है. അതൊരു കൺഫർമേഷൻ ആണ്. वो एक कंफर्मेशन है. കൺഫർമേഷൻ മാത്രമല്ല, वो कंफर्मेशन ही ഒരു ആരാധനയെ കർത്താവ് പ്ലാൻ ചെയ്യുമ്പോൾ एक आराधना को जो परमेश्वर प्लान करता the है. worship is not planned by the choir or the leadership of the church. कि जो आराधना है कलीसिया का लीडरशिप प्लान नहीं करता. The worship is planned by Holy Spirit. कि आराधना जो है पवित्र आत्मा कंट्रोल करता है. പാടേണ്ട പാട്ടുകൾ എടുക്കേണ്ട വചനമൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഹിതമാണ്. കാരണം പരിശുദ്ധാത്മാവ് അതിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. क्योंकि वो पवित्र आत्मा का इच्छा है कि पवित्र आत्मा उसके द्वारा हमसे बातें करता है. അപ്പൊ അങ്ങനെ ദൈവാത്മാവ് ഒരു സങ്കീർത്തനം, കാരണം ആ തീം എന്താണോ, ആ സന്ദേശം എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സങ്കീർത്തനം തരും. वो जो थीम जो है संदेश उसे लगभग एक भजन संहिता देंगे. പക്ഷേ ഞാൻ ശുശ്രൂഷിക്കുന്നത് കേൾക്കുമ്പോൾ പലരും ആളുകൾ ഓർക്കും പാസ്റ്റർ ഇന്ന് സങ്കീർത്തനത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നതെന്ന്.
तो बहुत बार लोग इस प्रकार लगते हैं पास्टर हमेशा भजन संहिता से वचन ഞാൻ बांटता है। സങ്കീർത്തനത്തിൽ നിന്നല്ല പ്രസംഗിക്കുന്നത്. मैं भजन संहिता से नहीं എനിക്ക് ദൈവം ഒരു സന്ദേശം തന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതിനോട് യോജിച്ച ഒരു സങ്കീർത്തനം കൂടെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. परमेश्वर एक वचन दिया, मैंने परमेश्वर से पूछा उसके साथ एक भजन संहिता भी God मुझे was देना। always faithful. और Hallelujah. परमेश्वर हमेशा എല്ലാ विश्वास योग्य പ്രാവശ്യവും है। സന്ദേശത്തിന് പറ്റിയ ഒരു സങ്കീർത്തനം തന്നുകൊണ്ടിരിക്കുന്നു. നാളെയും തരും. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. हर बार भजन से जो मिलता हो एक भजन संहिता भी दिया, So आज भी दिया, आगे भी everybody, those who देंगे। brought their Bible, hallelujah, വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ വേദപുസ്തകം കയ്യിൽ എടുത്തിട്ട് പറയാൻ ഞാൻ ഇത് ദൈവത്തിന്റെ വചനമാണ്. कि जो वचन बाइबल लाया वो हाथ में लेके बोले परमेश्वर का वचन ഇതെന്റെ है। കൈ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. आमेन हालेलुया, ये मेरे हाथ में जो मिला वो मेरा सौभाग्य है। आमेन ഇതിലൂടെയാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. आमेन हाल इसी के द्वारा परमेश्वर मुझसे बातें ഇന്ന് करता है। എന്നോട് ദൈവം ഈ വചനത്തിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. और आज परमेश्वर मुझसे इस वचन के द्वारा बातें करने वाला है। Thank you Jesus. धन्यवाद प्रभु। Thank you Jesus. 79-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു. भजन संहिता 79 हमने पढ़ा। ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പം പ്രത്യേകിച്ചും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും ജെറുസലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പിന്നെ ശവങ്ങൾ വീണ് കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താ ഇതിന്റെ മീനിങ് എന്ന് ഓർക്കും? कि जो पहली बार जब ये सुनता है तो इस प्रकार लगता है कि जेरूशलेम के बारे में कहते हैं कि लाश पड़ा हुआ, इस प्रकार देखते हैं। അപ്പോൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കും. इसका एक बैकग्राउंड है। ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, इस्राएल जो राज्य है, ആ രാജ്യത്തെ കൺസിഡർ ചെയ്തിരുന്നത് उस राज्य को जो कंसिडर किया है ദൈവത്തിന്റെ ജനമെന്നാണ്. उन्हें परमेश्वर के लोग समझा जाते थे। ഇവരെ ദൈവത്തിന്റെ ജനം എന്നാ വിളിച്ചത്. ഇസ്രായേലിനെ ദൈവത്തിന്റെ ജനം എന്നാ വിളിച്ചത്. इस्राएल को परमेश्वर के लोग कहते थे। Why they were called as the children of God? क्यों उन्हें परमेश्वर के लोग कहे जाते അതിന് थे? വിളിക്കാൻ കാരണം എന്താ? उसका कारण क्या है? അപ്പോൾ നമ്മൾ ബൈബിളിന്റെ ഒരു ചരിത്രം മനസ്സിലാക്കണം. तो हमें बाइबल का एक इतिहास को समझना ബൈബിൾ है। 66 പുസ്തകങ്ങളുള്ള ഈ ബൈബിൾ बाइबल में 66 किताब है। ഒത്തിരി കാലഘട്ടത്തിൽ പല ദൈവദാസന്മാർ എഴുതിയ ഒരു പുസ്തകമാണ്. बहुत सारे युगों में अलग अलग परमेश्वर के दासों ने लिखा It's हुआ not एक written किताब by है। a single author, एक व्यक्ति ने लिखा हुआ नहीं है, but more than 40 people were instrumental to write Bible. 40 से ज्यादा लोगों ने मिलकर लिखा हुआ किताब है। 40-ലധികം ആളുകൾ 40 से ज्यादा പല സ്ഥലങ്ങളിലിരുന്ന് अलग अलग जहां पर പല मिलके കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ് ബൈബിൾ. अलग अलग दौर पर लिखा हुआ किताब ഈ है। ബൈബിൾ മുഴുവൻ എഴുതി തീർക്കാൻ 1400-ലധികം വർഷങ്ങൾ എടുത്തു. ये बाइबल पूरा लिखने में 1400 से ज्यादा साल പക്ഷെ लगा। ബൈബിളിന്റെ പ്രത്യേകത, लेकिन बाइबल का പല खासियत ആളുകൾ, अलग अलग लोग, പല ഭാഷ പറയുന്നവർ, अलग अलग भाषा बोलने പല वाले, സംസ്കാരത്തിലുള്ളവർ अलग अलग रीति से आए हुए അവരാണ് लोग, ഈ വേദപുസ്തകം എഴുതിയതെങ്കിലും उन्होंने ये वचन लिखा तो भी ഈ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ നമുക്ക് തോന്നും ഇത് ഒരാളാണ് എഴുതിയതെന്ന്. कि हमें इस प्रकार लिखेगा, अगर बाइबल पढ़ेगा शुरू से लेकर अंत हमें लगता है एक व्यक्ति ने लिखा। ഒരു ഗാർലൻഡ്, ഒരു മാലയിലെ ബീഡ്സ് പോലെ, ആ മുത്തുകൾ പോലെ, एक चेन का जो बीट्स है उसका जो मोती के समान ഈ വചനങ്ങൾ മുഴുവൻ ഇങ്ങനെ കോർത്തിണക്കി വെച്ചിരിക്കുക. ये वचन पूरा जुड़ा हुआ है। അതിന്റെ കാരണം എന്താണെന്നറിയാമോ? उसका कारण ഈ क्या है? വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ये वचन ही हमें गवाही ഈ देता है। ബൈബിൾ എഴുതാൻ ആരെങ്കിലും വ്യക്തിയെ ഉപയോഗിച്ചെങ്കിലും अगर भले वचन लिखने के किसी व्यक्ति को इस्तेमाल the किया है, real author was Holy Spirit. हकीकत में लिखने वाला पवित्र आत्मा था। ഒരു കൊച്ചു കുഞ്ഞ് അക്ഷരം പഠിക്കുന്ന ഒരു കുഞ്ഞിനെ കൈ പിടിച്ച് എഴുതിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആ വ്യക്തികളെ ഉപയോഗിച്ച് ദൈവം തനിക്ക് പറയാനുള്ള സന്ദേശം എഴുതിയതാണ് ബൈബിൾ. जैसे एक बच्चे को एक टीचर हाथ पकड़ के लिखना सिखाते, उसी प्रकार उस व्यक्तियों को पवित्र आत्मा ने अपने हाथ में लेके उनसे द्वारा लिखा हुआ है। അതുകൊണ്ട് നമ്മൾ ഈ വേദപുസ്തകത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. इसलिए हम वचन को बहुत ही प्रमुख അതുകൊണ്ട് मानता നമ്മൾ है। ഈ വേദപുസ്തകത്തെ ദൈവത്തിന്റെ വചനം എന്ന് വിളിക്കുന്നു. इसलिए हम इस किताब को परमेश्वर का वचन कहता ഈ है। വേദപുസ്തകത്തിന് രണ്ട് ഭാഗമാണുള്ളത്. इस वचन में दो भाग ഈ है। 66 പുസ്തകങ്ങൾ ये ഉള്ള जो 66 വേദപുസ്തകത്തിന് किताब जो है, രണ്ട് ഭാഗമാണുള്ളത്. इसमें दो भाग है। അതിന്റെ ഫസ്റ്റ് പാർട്ടിന് പറയുന്ന പേരാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. उसके पहला भाग को कहते हैं पुराना नियम। അതിന്റെ സെക്കൻഡ് പാർട്ടിന് പറയുന്ന പേരാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. उसका दूसरा भाग को कहते हैं नया नियम। ഓൾഡ് ന്യൂ नया और पुराना। എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? क्यों ऐसा कहता है? ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന 39 അധ്യായങ്ങൾ, പുസ്തകങ്ങൾ, जो पुराना नियम कहने वाला 39 जो किताब है, യേശു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് എഴുതിയ ഭാഗങ്ങളാണ്. कि यीशु मसीह पृथ्वी में आने से पहले लिखा हुआ भाग है। ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന 27 പുസ്തകങ്ങൾ जो नया करार कहने वाले जो യേശു 27 ഈ किताब है, ഭൂമിയിൽ വന്ന ശേഷമുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. यीशु मसीह पृथ्वी में आने के बाद के घटनाओं को लिखा हुआ चीज യേശു है। ഈ ഭൂമിയിൽ വന്നിട്ട് यीशु मसीह पृथ्वी में ഒരു आके, പുതിയ നിയമം സ്ഥാപിച്ചു. आमेन, हालेलुया, वो पृथ्वी में आके एक नया नियम को അത് स्थापित പഴയ किया। നിയമത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ളതായിരുന്നു.
वो पुराना नियम से बहुत अलग था। 2000 വർഷങ്ങൾക്ക് മുമ്പ് कि हजारों सालों पहले യേശു ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. कि यीशु मसीह ने नया नियम साबित किया। ഒരു പഴയ നിയമം അവിടെ ഉണ്ടായിരുന്നു. एक पुराना नियम था वहाँ। എന്തിനു വേണ്ടിയാ ഈ പഴയ നിയമം ഉപയോഗിക്കപ്പെട്ടത്? क्यों एक पुराना नियम उपयोग किया? ഈ പഴയ നിയമമാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ തീരുമാനിച്ചിരുന്നത്. ये जो पुराना नियम है इंसान और परमेश्वर का रिश्ता को स्थापित किया। ഈ പഴയ നിയമമാണ് ഗൈഡൻസ് തന്നിരുന്നത് कि पुराना नियम जो है अगुवाई दिया എങ്ങനെ മനുഷ്യന് ദൈവത്തെ സമീപിക്കാം. कि इंसान किस प्रकार परमेश्वर के पास ഈ पहुंच പഴയ सकता है। നിയമമാണ് ഗൈഡൻസ് തന്നിരുന്നത് कि पुराना नियम हमें अगुवाई दिया മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് എന്താണ് പരിഹാരം. कि इंसान करने वाले पापों को क्या है പക്ഷേ परिणाम। 2000 വർഷങ്ങൾക്ക് മുമ്പ് लेकिन 2000 साल യേശു पहले ആ പഴയ നിയമത്തെ മാറ്റി ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. यीशु मसीह ने पुराना नियम को हटा के एक नया വലിയ नियम स्थापित വ്യത്യാസമായി ഈ किया। നിയമങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമാണ്. ये दोनों में बहुत फर्क है। എന്താ വ്യത്യാസം എന്നറിയാമോ? फर्क क्या है? പഴയ നിയമം പഠിപ്പിച്ചത് पुराना नियम ने सिखाया ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്ന ആളുടെ പാപം ക്ഷമിക്കപ്പെടും, അവൻ ദൈവരാജ്യത്തിന് അവകാശിയായി തീരും. ये जो भी व्यवस्था रखा वो व्यवस्था को पूरा पालन करने वाला व्यक्ति का पाप क्षमा होगा। वो परमेश्वर राज्य ഇത് में ചെയ്യുന്നവൻ ജീവിക്കും. ये जो करने वाले जीवित रहेगा। അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, കർമ്മ മാർഗം എന്ന് വിളിക്കാം. हम इस प्रकार कह सकते हैं कर्म मार्ग, कर्म से जो मार्ग है ചെയ്യുന്നവൻ ജീവിക്കും. जो करेगा वो जीवित പക്ഷെ ഒരു रहेगा। പ്രശ്നം, लेकिन एक सवाल, കർമ്മ മാർഗത്തിന്റെ ഒരു പ്രശ്നം, कर्म मार्ग का एक सवाल, മനുഷ്യൻ എത്ര ശ്രമിച്ചാലും इंसान कितना भी कोशिश करे ഈ നിയമങ്ങൾ മനുഷ്യന് ചെയ്തു തീർക്കാൻ ഒക്കത്തില്ല. ये जो व्यवस्था है इंसान पूरा नहीं कर सकता। മനുഷ്യൻ എത്ര ശ്രമിച്ചാലും इंसान कितना भी कोशिश करे പാപമില്ലാത്തൊരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല. बिना पाप का एक जीवन नहीं जी सकता। പാപമില്ലാത്ത ജീവിതം നയിക്കാൻ ശ്രമിക്കുന്തോറും നമ്മൾ കൂടുതൽ പാപം ചെയ്തുകൊണ്ടിരിക്കും. जितना हम बिना पाप का जीवन का कोशिश करते उतना गहरा पाप में घुस जाते എന്ന് हैं। പറഞ്ഞാൽ വലിയ പാപം നമ്മൾ ചെയ്തെന്നല്ല, मैं ये नहीं कहते बड़ा पाप किया, എന്തെങ്കിലുമൊക്കെ പാപം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. कुछ ना कुछ पाप हम करेंगे। അറിഞ്ഞില്ലെങ്കിലും അറിയാതെയും നമ്മുടെ മനസ്സിൽ പോലും പാപം ചെയ്തുകൊണ്ടിരിക്കും. भले अनजाने में हमारे मन में तो हम पाप कर അപ്പൊ बैठेंगे। ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ जब परमेश्वर ने पृथ्वी में देखा, ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, परमेश्वर को एक चीज पता चला, നീതിമാൻ ആരുമില്ല. आमेन हालेलुया, धार्मिक व्यक्ति कोई भी नहीं है। ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാതെ ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളെ ഞാൻ നിത്യതയ്ക്ക് അവകാശിയാക്കാം. कि परमेश्वर ने बोला बिना पाप के व्यवस्था को पालन करेगा तो मैं तुम्हें अनंत जीवन दूंगा। അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, तो परमेश्वर को पता चला നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. धार्मिक कोई भी नहीं है, एक व्यक्ति भी नहीं ലോകത്തിലെ है। ഏറ്റവും വിശുദ്ധൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ട്. दुनिया में सबसे पवित्र कहने वाले व्यक्ति के भी जीवन में कुछ ना कुछ तो എന്തെങ്കിലുമൊക്കെ रहेंगे, തെറ്റുണ്ട്, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ട്. कुछ ना कुछ तो गलतियां പണ്ട് रहेंगे। ഒരു സന്യാസിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്നാ തോന്നുന്നത്. कि एक सन्यासी का एक कहानी मैंने कहा लगता है। സന്യാസി ഒന്നിനെ കൊല്ലത്തില്ല, ഭയങ്കര പവിത്രനായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സന്യാസിയാണ്. एक साधु है जो किसी को हत्या नहीं करते, एकदम पवित्र होकर സന്യാസി जीता है। ആരെയും സഹായിക്കും, ആരെയും वो സഹായിക്കും. किसी का भी मदद करते हैं। साधु ദുഷ്ടനാണോ നല്ലവനാണോ ഒന്നും നോക്കാതെ സഹായിക്കും. वो दुष्ट है या भला है कुछ ना देखते हुए जो साधु मदद അപ്പൊ करता है। സന്യാസി ഒരു ദിവസം നോക്കിയപ്പോ वो साधु ने एक दिन देखा, നമ്മുടെ നാട്ടിലെ നീറെന്ന് പറയും, വലിയ ഉറുമ്പ്, നീറ്, ചുമന്ന കളറുള്ള നീർന്ന് കേട്ടിട്ടില്ലേ? वो जो बड़ा मुंगी जो रहते हैं लाल कलर का बड़ा वाला, നീറിന്റെ പ്രത്യേകത അത് കടിച്ചാ പിന്നെ പിടിവിടത്തില്ല. उसका खासियत है कि अगर काटेगा तो फिर वो छोड़ेगा नहीं। നമ്മുടെ നാട്ടിൽ പടത്തില്ല, നീറ് കടിച്ചിരിക്കുന്ന പോലെ അല്ല, ഇങ്ങനെ പിടിച്ചവിടെ ഇരിക്കും. ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് പിടിവിടത്തില്ല. वो लाल मुंगी काटने के बाद बड़ा वाला वो छोड़ता नहीं है। അങ്ങനെ ഒരു ഉറുമ്പ നീറെന്ന് പറയുന്നത്. वैसे एक मुंगी, ഈ നീറ് ഒരു വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്നു, അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. वो क्या है, वो मुंगी पानी में बचने की कोशिश അപ്പൊ कर रहा है। സന്യാസി ഈ നീറിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. तो वो साधु ने उस मुंगी को बचाने की कोशिश किया। സന്യാസി ഈ നീറിനെ രക്ഷിക്കാൻ വേണ്ടി ഇല ഏതാണ്ട് പിടിച്ചിട്ട് ഇതിനെ വെള്ളത്തിൽ നിന്ന് കോരി എടുത്തു. तो उसने क्या किया कि पत्ते पकड़ के उस पानी से उसे उठाया। അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇലയിൽ നിന്ന് സന്യാസിയുടെ കയ്യിലേക്ക് ഈ നീറ് ഇഴഞ്ഞു കയറി. तो पत्ते में से क्या हुआ, वो मुंगी चढ़ के उसके हाथों में आ അപ്പൊ गया। സന്യാസിക്ക് എനിക്ക് ഈ കയ്യിൽ നിന്ന് ഈ നീറിനെ ഇറക്കി വിടണം എവിടെങ്കിലും. तो साधु को क्या करना है, हाथ से मुंगी को അദ്ദേഹം घेर പഠിച്ച के പണിയെല്ലാം छोड़ना है। നോക്കിയിട്ട് ഈ നീറ് കയ്യിൽ നിന്ന് ഇറങ്ങാൻ റെഡിയല്ല, അതിങ്ങനെ മുകളോട്ട് കയറി വരികയാ. साधु कितनी भी कोशिश किया तो एक मुंगी हाथ से नीचे नहीं जा रहा, അപ്പൊ ऊपर ऊपर आ സന്യാസി रहा है। ഇതിനെ ഊതി നോക്കി, പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചത്തു പോകുമ്പോ പിടിക്കാൻ പറ്റത്തില്ല. പുള്ളി ആകെപ്പാട് ധർമ്മസങ്കടത്തിലായി. तो साधु ने क्या किया, फूंक मारा, क्योंकि पकड़ेगा तो मुंगी मर जाएगा। तो धर्म संकट में आ गया। അവസാനം സന്യാസി ഈ നീറ് ഇഴഞ്ഞു കയറി വന്ന് സന്യാസിയുടെ താടി വന്നു. तो लास्ट में क्या है, साधु का क्या है कि वो धाड़ी में मुंगी आ വലിയ गया। താടിയുള്ള സന്യാസിയാ. बहुत बड़ा धाड़ी അപ്പൊ ഈ था। താടിയുടെ അറ്റത്ത് ഈ നീറ് വന്നിങ്ങനെ ഇരിക്കുക. वो धाड़ी के एकदम छोटी में അപ്പൊ आके ഇതിനെ बैठा है। എടുത്തു കഴിഞ്ഞാൽ ഇതിന് നോവും. अगर उसे उठाएगा तो ये दर्द ആരെ होगा। ഉപദ്രവിക്കാത്ത ആളാണ്.
वो किसी को मारता नहीं है। സന്യാസത്തെ എങ്ങനെയാണ് ഈ നീറിനെ ഇറക്കി വിടുന്നത്? बोला कैसे इसको मैं बाहर അപ്പൊ निकालूं? സന്യാസിക്ക് ഒരു ബുദ്ധി തോന്നി, तो उसे एक दिमाग आया, അപ്പുറത്ത് നീറിന്റെ കൂടുണ്ട്, आगे क्या है कि जो मुंगी का ഇതിനെ एक ഈ घर है, നീറിന്റെ കൂടിലോട്ട് സുരക്ഷിതമായിട്ട് ഇറക്കി വിടാം. बोले कि इसे क्या करते हैं, इसको लेके जाते അദ്ദേഹം ഈ हैं, താടി बहुत കൊണ്ടുപോയിട്ട് मुंगी ഈ उधर छोड़ നീറിന്റെ देते। കൂടിലോട്ട് മുട്ടിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. वो तो दाढ़ी लेके जाके वो मुंगी के उधर घर पे रखे, बोला कि यहाँ से उतर जाओ। പക്ഷെ ഒരു നീർ അങ്ങോട്ട് ഇറങ്ങി പോയപ്പോൾ 1000 നീർ ഇങ്ങോട്ട് കയറി. तो एक मुंगी उतर गया तो बहुत सारे मुंगी उसकी दाढ़ी में ഇപ്പൊ चढ़ गया। സന്യാസിയുടെ മുഴുവൻ മുഖത്ത് മുഴുവൻ കടിക്കുക നീറ്. अभी क्या उसके चेहरे पूरा काट रहे हैं। പിന്നെ പുള്ളി ഒന്നും ചിന്തിച്ചില്ല, फिर उसने कुछ नहीं सोचा, രണ്ട് കൈയും എടുത്ത് താടിക്ക് ഒരു തിരുമ്പ് തിരുമി. उसने दोनों हाथ से दाढ़ी को कसका। ഒരു ഉറുമ്പിനെ കൊല്ലാൻ മടിച്ചവൻ 1000 ഉറുമ്പിനെ ഒന്നിച്ചു കൊന്നു. एक मुंगी को मारने के लिए जो दिक्कत ले रहा था उसने ഞാൻ बहुत सारे मुंगी को എന്തിനാ ഈ मारा। കഥ പറഞ്ഞെന്നറിയാമോ? ये क्यों कहानी कहा? മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയാ പറഞ്ഞത്. इंसान के जीवन का अवस्था कहा। നമ്മൾ ആരും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. हम में से कोई भी पाप करना नहीं चाहता। എല്ലാവർക്കും വിശുദ്ധരായി ജീവിക്കണം. हर व्यक्ति को पवित्र होकर जीना പക്ഷേ है, അറിയാതെ തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. लेकिन अनजाने में गलती हम करता है। അതുകൊണ്ട് സ്വർഗ്ഗം കൊടുത്ത സർട്ടിഫിക്കറ്റ്, इसके स्वर्ग ने एक सर्टिफिकेट no दिया, one, there is no righteous one. कोई भी धार्मिक नहीं है, എല്ലാവരും പാപം ചെയ്തു. हर एक व्यक्ति पाप किया। പാപത്തിന്റെ പ്രശ്നം എന്താ? पाप का समस्या क्या പാപം है? മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. पाप इंसान को परमेश्वर से दूर करता ഇന്ന് है। രാവിലെ ഞാൻ പറഞ്ഞ കാര്യമാണ്. आज सुबह भी मैंने कहा, പാപം ദൈവത്തിന്റെ പ്രസൻസിൽ നിന്ന് ഒരു വ്യക്തിയെ ദൂരെ കൊണ്ടുപോകും. कि पाप इंसान को परमेश्वर के सानिध्य से दूर लाता When है। you are away from the presence of God, हमें दूर कर लेते हैं परमेश्वर से, the fear will come into your heart. और एक डर अपने अंदर आता है, Unrest will come into your heart. एक बेचैनी अंदर आ जाता है। You will be hallelujah, they're in a peaceless situation. हम एक बेचैन अवस्था में रहेंगे അപ്പോൾ പാപം ഹൃദയത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരും. कि पाप हृदय में ऐसे समस्या लाता പാപം है। ജീവിതത്തിൽ ഒരു ഖാലിപ്പൺ കൊണ്ടുവരും, ഒരു ഖാലിപ്പൺ, ഒരു പാപം- emptiness. पाप Hallelujah. इंसान के जीवन में कालीपन, शून्यता लाता है। അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ആരും നന്മ ചെയ്ത് ജീവിക്കുന്നില്ല. तो परमेश्वर को पता चला कोई भी भलाई करके So नहीं जीता है। every human being is qualified for eternal destruction. तो हर इंसान जो है नित्य नाश के लिए तैयार है। അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? तो परमेश्वर ने क्या किया? ബൈബിൾ says, बाइबल कहता है ദൈവം തൻ്റെ ഓമന കുമാരനെ, തൻ്റെ പുത്രനെ, തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. परमेश्वर अपने लाडला एक लौता पुत्र को पृथ्वी में भेजा। അവനിലൂടെ ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. आमेन, हालेलुया लॉर्ड। उसके द्वारा एक नया नियम का स्थापित ആ പുതിയ किया। നിയമത്തിന്റെ പ്രത്യേകത എന്താ? उस नया नियम का ഞാൻ खासियत പറഞ്ഞു, क्या है? പഴയ നിയമം കർമ്മമാർഗമാണ്. कि पुराना नियम जो है कर्म का मार्ग है। ഇത് ചെയ്യുന്നവൻ ജീവിക്കും. ये जो करेगा वो जीवित പുതിയ रहेगा। നിയമം കർമ്മമാർഗമല്ല. नया नियम कर्म का मार्ग नहीं है, Entirely different ഒരു മാർഗം. पूरी तरह से एक अलग मार्ग है। ആ മാർഗം എന്താ പറഞ്ഞെന്നറിയാം? वो मार्ग क्या कहता है? കർമ്മമാർഗമല്ല. कर्म का ആ मार्ग नहीं। മാർഗത്തിന് പറയുന്ന പേരാണ് വിശ്വാസമാർഗം. വിശ്വാസമാർഗം, നയനിയമം. नया नियम को कहता है विश्वास का ഓൾഡ് मार्ग। ടെസ്റ്റമെന്റ് കർമ്മമാർഗമാണ്. पुराना नियम जो है कर्म का मार्ग ഓൾഡ് है। ടെസ്റ്റമെന്റ് എപ്പോഴും പറഞ്ഞു ഡു ദിസ്, ഡു ദാറ്റ്, ഡു. कि पुराना नियम हमेशा कहता था ये करो, वो करो, करो। लोग करके करके थक गया. People did many things and they are tired. The children of God, those who are called Israelites, जो इस्राएल कहा जाता था वो लोग थक गया. അവർ ക്ഷീണിച്ചു പോയി. ദൈവം കൊടുത്ത നിയമമാ. परमेश्वर ने दिया व्यवस्था है। നിയമം ബ്യൂട്ടിഫുള്ളാ. वो बहुत ही പക്ഷേ खूबसूरत है, ഹ്യൂമൻ കപ്പാസിറ്റിയിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. लेकिन इंसान की ताकत से वो कर नहीं सकता। കാരണം എറർ കൂടാതെ ഒരു കാര്യം ചെയ്യാനും മനുഷ്യന് പറ്റത്തില്ല. എറർ बिना കൂടാതെ, गलती का कोई भी चीज से इंसान नहीं कर सकता। അല്ല എറർ കൂടാതെ അല്ലേ? बिना गलती का നമ്മൾ എത്ര ശ്രമിച്ചാലും പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? हम कितने भी कोशिश करें एकदम परफेक्ट हम कर सकते हैं क्या? എന്തെങ്കിലുമൊക്കെ എറർ വരും. कुछ ना कुछ तो गलती आएगा। മനുഷ്യനാണോ ചെയ്യുന്നത് എറർ വരും. इंसान अगर कर रहे तो गलती आएगा। എറർ ഇൻസാന്റെ അകത്തുണ്ട്. गलती इंसान के अंदर है। ഹല്ലേലൂയ. हालेलुया। എത്ര ശ്രമിച്ചിട്ടും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ മനുഷ്യന് പറ്റുന്നില്ല. कितना भी कोशिश करने के बावजूद परमेश्वर का जो स्टैंडर्ड है उस पे इंसान नहीं जी पा रहा है। എല്ലാവരും ഒരുപോലെ തെറ്റ് ചെയ്യുക. हर व्यक्ति एक समान गलत कर रहा है, പരിശ്രമിച്ച് ക്ഷീണിച്ചു. कि कोशिश करके थक गया। അവരെ നോക്കിയിട്ട് യേശു വിളിച്ചു, उससे देखिए यीशु ने कहा അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വാ. ये बोझ उठाने वाले, परिश्रम करने वाले, तुम मेरे पास आओ। യേശു പറഞ്ഞു, ഐ വിൽ ഗിവ് യു
റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. यीशु ने कहा मैं तुम्हें विश्राम दूंगा. യേശു ആരെ നോക്കിയാ വിളിച്ചെന്നറിയാമോ? यीशु किसको देख के कहा? ഈ കർമാചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാരമെല്ലാം വഹിച്ച് തളർന്നു പോയവരെ നോക്കിയിട്ടാണ്. ये जो कर्म का जो मार्ग है, जो रीति रिवाज को सब लेके बोझ से दबे हुए लोगों को, കർമാനുഷ്ഠാനങ്ങൾ, എല്ലാ റിലീജിയന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? हर धर्म का समस्या क्या है? എല്ലാ റിലീജിയനും പഠിപ്പിക്കുന്നത് हर धर्म सिखाता है കർമ്മമാർഗമാണ്. कर्म का मार्ग. കർമ്മം ചെയ്ത് എന്ത് ചെയ്യുക? മോക്ഷം പ്രാപിക്കുക. कर्म के द्वारा मोक्ष को प्राप्त നല്ല करो. കർമ്മം ചെയ്താൽ മോക്ഷം പ്രാപിക്കും. अच्छा कर्म करेगा तो പക്ഷെ मोक्ष മനുഷ്യന്റെ मिलेगा. പ്രശ്നം, മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അങ്ങനെ പറ്റത്തില്ല. लेकिन इंसान का समस्या, इंसान कितना भी कोशिश करे वो नहीं कर सकता. എത്ര ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ കുറവ് വരികയാണ്. कितना भी कोशिश करे कुछ ना कुछ तो कमी നമ്മൾ आएगा. ചെയ്യുന്ന കർമ്മത്തിൽ തന്നെ മിസ്റ്റേക്ക് വരികയാണ്. हम जो कर्म करते उसमें ही गलती आता है. ഉദാഹരണം ഞാൻ പറയാം. उदाहरण में कहता हूँ, ഈ യഹൂദന്മാരുടെ ഇടയിൽ യാഗം കഴിക്കണം. यहूदियों के पीछे बलि चढ़ाना, യാഗം കഴിക്കാൻ വേണ്ടി പിന്നെ യാഗമൃഗത്തെ കൊണ്ടുവരും. कि बलि चढ़ाने के लिए जानवर को ले അതൊരു आता है. ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നതെങ്കിൽ वो अगर बकरा को लेके आता है, ഹല്ലേലൂയ, ആദ്യം പുരോഹിതൻ ഈ ആട്ടിൻകുട്ടിയെ ചെക്ക് ചെയ്യും. पहले क्या है कि याजक इस बकरी को चेक करेगा മുഴുവൻ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇതിന് ഊനമുണ്ടെങ്കിൽ അതിനെ റിജക്ട് ചെയ്യും. ഇതിനെ യാഗം കഴിക്കാൻ കൊള്ളത്തില്ല. और उसमें कुछ भी अगर कमियां रहेगी तो उसे रिजेक्ट करेगा. അപ്പൊ യാചക പുരോഹിതൻ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതിനെ യാഗം കഴിക്കാൻ കൊള്ളാവുന്ന സർട്ടിഫിക്കറ്റ് ചെയ്തെങ്കിലേ യാഗം കഴിക്കാൻ ഒക്കത്തുള്ളൂ. तो याजक जब तक उसको सर्टिफिकेट नहीं दे तब तक उसको बलि नहीं दे सकते. അത് പുരോഹിതന്മാരുടെ ഇടയിൽ അത് അഴിമതിക്ക് കാരണമായി തീർന്നു. वो याजकों के बीच में एक करप्शन का काम हुआ. ഭ്രഷ്ടാചാരം വലിയൊരു കറപ്ഷന്റെ കാരണമായി തീർന്നു. बहुत बड़ा एक भ्रष्टाचार हुआ. എന്താ സംഭവിച്ചെന്നറിയാമോ? क्या होता था? നമ്മൾ ഈ നിയമം കൂടുന്തോറും അഴിമതി കൂടും. അങ്ങനെ കേട്ടോ, जितना व्यवस्था बढ़ते उतना भ्रष्टाचार പുതിയ बढ़ता പുതിയ है. നിയമങ്ങൾ വരുമ്പോൾ പുതിയ അഴിമതിക്കുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. नया नया नियम आता है तो नया नया भ्रष्टाचार आता है. ഹല്ലേലൂയ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? सही है कि नहीं? ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രാഫിക് റൂൾസ്. अभी ट्रैफिक रूल, പണ്ട് സിഗ്നൽ ജമ്പ് ചെയ്താൽ 100 രൂപയായിരുന്നു ഫൈന്. पहले जब सिग्नल जंप करते 100 रुपया फाइन था. ഹെൽമെറ്റ് വെച്ചില്ലായിരുന്നെങ്കിൽ 100 രൂപയായിരുന്നു ഫൈന്. 100 रुपया फाइन था. हेलमेट 200 ആക്കി 500 ആക്കി ഇപ്പൊ എനിക്ക് തോന്നുന്നു 1000 റുപ്പീസ് ആക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? അഴിമതി കൂടും. तो क्या होगा कि भ्रष्टाचार बढ़ेगा. നമ്മൾ പറയും ഭയങ്കര ഫൈനാ കേട്ടോ. हम बोलेगा बहुत ज्यादा फाइन പക്ഷെ है. പണ്ട് 100 രൂപയുടെ സ്ഥാനത്ത് ഹെൽമെറ്റ് വെക്കാതെ പിടിച്ചാൽ 50 രൂപ കൊടുത്ത് രക്ഷപ്പെടുന്നിടത്ത് ഇന്ന് 500 രൂപ കൊടുത്തേ പറ്റത്തുള്ളൂ. അഴിമതി കൂടി. पहले हेलमेट नहीं पहनता तो 50 रुपए देके बचता था. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? देना पड़ ഇപ്പൊ रहा है. നിയമങ്ങൾ പുതിയത് വരുമ്പോൾ അഴിമതി കൂടുകയാണ് ചെയ്യുന്നത്. जब नया नया व्यवस्था आते तो भ्रष्टाचार बढ़ते ഈ जाता है. ആളുകള് യഹൂദന്മാരുടെ പുരോഹിതന്മാര് അഴിമതിക്കാരായി തീർന്നു. ये जो याजक लोग हैं वो भ्रष्टाचार करने लगे. അവരെന്ത് ചെയ്യുന്നറിയാമോ? वो क्या ഈ करेंगे? പാവം പിടിച്ചവൻ അങ്ങ് ദൂരെ നിന്ന് ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവന്നത് യാഗം കഴിക്കാൻ. ये जो गरीब व्यक्ति बहुत दूर से एक बकरे को लेके आया है बलि चढ़ाने के लिए. ഈ പുരോഹിതൻ സർട്ടിഫിക്കറ്റ് ചെയ്തെങ്കിലേ ഇവന്റെ യാഗം നടക്കത്തുള്ളൂ. इसका सर्टिफिकेट मिलेगा तो ये बलि चढ़ा सकता है. അപ്പൊ പുരോഹിതൻ നോക്കിയിട്ട് പറയും ഇതിനെ കൊള്ളത്തില്ല കേട്ടോ, तो वो याजक देख के बोले इसमें कुछ कमी है, ഇതിനെ കൊള്ളത്തില്ല, इसे ये नहीं चलेगा, ഇതിനെ യാഗം കഴിക്കാൻ കൊള്ളത്തില്ല. इसे बलि नहीं दे പിന്നെ सकते. എന്താ ഇതിന് മാർഗം? फिर क्या അപ്പൊ പുരോഹിതൻ പറയും बोले അപ്പുറത്തൊരു കടയുണ്ട്, उधर एक दुकान है, അവിടെ പോയി ഒരെണ്ണത്തെ വാങ്ങിച്ചിട്ട് വരാൻ പറയും. वहां से को लेके അത് പുള്ളിയുടെ കടയാ. वो उसका दुकान है. ഹലോ, അത് പുള്ളിയുടെ കടയാ. उसका दुकान है. ഈ പാവം പിടിച്ചവൻ അവിടെ പോയി ഒരു 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 ആടിനെ കൊണ്ടുവരും. वो वहां से एक बकरे को ले आएगा. ഹല്ലേലൂയ. അതിനെ കൊണ്ടുവന്ന് കാണിക്കും. അത് ചിലപ്പോൾ ചട്ടിയായിരിക്കും വരുന്നത്. അതിന് ഒരു ഗുണമുള്ള ആടല്ലേ. പക്ഷെ പുരോഹിതൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, കൊള്ളാക്കട്ടെ എൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാ, അവനെ യാഗം കഴിക്കും. और उसको पूरा सर्टिफिकेट देते उसको बलि चढ़ाता ഈ है. കാഴ്ച കണ്ടിട്ടാണ് യേശു കർത്താവ് അവസാനം ദേഷ്യപ്പെട്ട് ചാട്ടവാറെടുത്തത് കേട്ടെ. ये देख के यीशु मसीह गुस्सा आके അങ്ങനെ വചനത്തിലുണ്ട് യേശു ചാട്ടവാറെടുത്തത്. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? यीशु ने क्या എന്റെ कहा? പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. ഹല്ലേലൂയ. यीशु ने इस प्रकार मेरे पिता का घर जो प्रार्थना का मंदिर है तुमने इसे चोरों का अड्डा बनाया. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തെല്ലാം നടക്കുന്നത്. ऐसी बातें इसमें चलता മതം था എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. മതത്തിന്റെ അകത്ത് അഴിമതിയുണ്ട്, മതത്തിന്റെ അകത്ത് എല്ലാ തെറ്റുകളും ഉണ്ട്. कि धर्म हमेशा ऐसा है, धर्म के अंदर गलतियां है, भ्रष्टाचार है. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ध्यान देना. യേശു കർത്താവ് ഹല്ലേലൂയ ഈ കഷ്ടപ്പാട് കണ്ടിട്ട്, यीशु मसीह ये ഈ समस्या को देखे, കർമ്മമാർഗത്തിന്റെ ഭാരം കണ്ടിട്ട് एक कर्म का मार्ग के बोझ को യേശു അവരോട് देखे എന്ത് പറഞ്ഞെന്നറിയാമോ? यीशु ने उनसे क्या कहा? എന്റെ അടുക്കൽ വാ, तू मेरे पास आ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. मैं तुम्हें विश्राम दूंगा. കർമ്മമാർഗത്തെ മാറ്റി आमेन, हालेलुया. कर्म के मार्ग को हटाया, കർമാനുഷ്ഠാനങ്ങളുടെ കർമ്മകാണ്ഡങ്ങളുടെ ആ ഒരു മാർഗത്തെ മാറ്റി वो कर्म के सारे रास्तों को उसने हटा दिया. യേശു आमेन. കർത്താവ് ഒരു പുതിയ മാർഗം സ്ഥാപിച്ചു. और उसने एक नया मार्ग का ഒരു स्थापन പുതിയ किया, മാർഗം. एक नया मार्ग. ക്രിസ്തീയ വിശ്വാസം മതമല്ല, आमेन, മാർഗ്ഗമാണ്. आमेन. ऐसे हालेलुया. मसीह जीवन है, वो धर्म नहीं, एक
मार्ग है। ക്രിസ്തീയ വിശ്വാസം മാർഗമാണ്, മതമല്ല. Yes, hallelujah. मसीह विश्वास जो है പക്ഷേ वो धर्म नहीं है, मार्ग ആരൊക്കെയോ है। ക്രിസ്ത്യാനിറ്റിയെ മതമാക്കി വെച്ചിട്ടുണ്ട്. लेकिन किसी ने क्रिश्चियनिटी को एक धर्म बना दिया. നമ്മൾ ആ മതത്തിന്റെ आमीन, ഭാഗമല്ല, हालेलुया. हम उस धर्म का हिस्सा नहीं നമ്മൾ है, ആ മാർഗത്തിന്റെ ഭാഗമാണ്. हम उस मार्ग का रास्ता മതം है. മതം വേറെ, മാർഗം Yes, വേറെ. हालेलुया. धर्म अलग है, मार्ग अलग है. അതുകൊണ്ട് ഇതൊരു മാർഗമാണ്, इसके लिए ये एक मार्ग है. നിത്യതയിലേക്കുള്ള വഴിയാണിത്, अनंत जीवन की ओर एक मार्ग है, എറ്റേണിറ്റിയിലേക്കുള്ള വഴിയാണ്. अनंत जीवन का मार्ग ഈ है. വഴിയിലൂടെ ഒത്തിരി പേര് നടക്കുന്നുണ്ട്, इस मार्ग से बहुत सारे लोग चलते ഒത്തിരി हैं, ഭാഷക്കാര് നടക്കുന്നുണ്ട്, बहुत सारे भाषा वाले चलते ഒത്തിരി हैं, ജാതിയിൽ നിന്നുള്ളവർ നടക്കുന്നുണ്ട്. बहुत सारे जाति से लोग ഇത് चलते हैं. ഒരു മാർഗമാണ്. ये एक मार्ग है. യേശുവിന്റെ മാർഗത്തിന്റെ പ്രത്യേകത എന്താ? यीशु का मार्ग का യേശു പറഞ്ഞു, यीशु ने कहा നിങ്ങൾ ഒന്നും ചെയ്യുന്നത് കൊണ്ടല്ല, तुम कुछ करने से नहीं, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സകലതും आमीन, ചെയ്യാം. हालेलुया. मैंने तुम्हारे लिए सब कुछ किया. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ, मैंने जो किया उसमें तुम विश्वास करो, വിശ്വാസം നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും. विश्वास तुम्हारा उद्धार का So what कारण is the बनेगा. difference between Old Testament and New Testament? तो पुराना नियम और नया नियम का फर्क क्या है? Old Testament കർമ്മ മാർഗമായിരുന്നു, कि पुराना नियम कर्म का मार्ग है, ന്യൂ ടെസ്റ്റമെന്റ് വിശ്വാസ മാർഗമാണ്. नया नियम जो विश्वास का मार्ग है. നമുക്കൊന്നും ചെയ്യണ്ട, हमें कुछ करना नहीं है, നമുക്കൊന്നും ചെയ്യണ്ട. हमें कुछ नहीं അതാണ് करना. നമ്മുടെ ബുദ്ധിമുട്ട്. वो हमारा നമുക്ക് समस्या है. എന്തെങ്കിലും ചെയ്തെങ്കിലേ തൃപ്തിയാകത്തുള്ളൂ. हमें कुछ करेगा तो ही तृप्त ഇപ്പോ होगा. പാസ്റ്റർ പറയാണ്, अभी पास्टर कहता है രാവിലെ നിങ്ങൾ വിരാറിൽ നിന്ന് നടന്ന് മീരാർ റോഡിൽ വരണമെന്ന് പറഞ്ഞാൽ, अगर इस प्रकार करेगा कि विरार से तुम्हें चल के मीरा रोड में आना है, നിങ്ങൾ വിരാറുകാരിലെ കൂടെ ഒരു കൊടിയൊക്കെ പിടിച്ച് അതിന്റെ പുറകെ നടന്ന് ഇവിടെ വരും. आप लोग विरार से एक झंडा लेके चल चल के आएगा. 3-4 മണിക്കൂർ നടന്ന് ഇവിടെ വന്നിട്ട് നിങ്ങൾ വലിയൊരു കാര്യം സാധിച്ച പോലെ ഇവിടെ നിൽക്കും. कि 3-4 घंटा चल के आके आपको बहुत बड़ा जीत मिला वैसा खड़ा നമുക്ക് रहेगा. എന്തെങ്കിലും ചെയ്താലേ തൃപ്തിയാകത്തുള്ളൂ. हमें कुछ करेगा तो ही तृप्त होता है. അങ്ങനല്ലായിരുന്നു, സത്യമല്ലേ? ये सच्चाई है कि नहीं? നമുക്ക് തൃപ്തി വരുന്നില്ല. हमें तृप्त नहीं आ रहा പക്ഷെ है. കർത്താവ് പറഞ്ഞു, लेकिन നിങ്ങൾ परमेश्वर ने ചെയ്ത് നടന്ന് 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 Amen. ഭാരം ചുമന്ന് ചുമന്ന് നിങ്ങൾ ക്ഷീണിക്കത്തേ ഉള്ളൂ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ in your life. परमेश्वर ने कहा तुम चल चल के बोझ उठा उठा के तुम थक जाएगा, तुम्हारे जीवन में कोई परिवर्तन नहीं आएगा. थक जाएगा. ചെയ്ത് ചെയ്ത് മടുത്തു പോകും. Hallelujah. Thank you Jesus. Thank you Jesus. യേശു പറഞ്ഞു ഒന്നും ചെയ്യണ്ട. यीशु ने कहा कुछ मत करो, നിങ്ങൾ ചെയ്യേണ്ടതല്ല तुम्हें जो भी करना है हमें ഞാൻ ചെയ്യാം, मैंने किया, ഞാൻ ചെയ്യാം, मैंने किया, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം. तुम्हारे लिए मैंने किया, നിങ്ങൾ ചെയ്യേണ്ടതല്ല ഞാൻ ചെയ്യാം. तुम्हें जो करना था तारा मैंने पड़ किया. गया। ये किसने कहा? യേശു, यीशु ने. ദൈവപുത്രൻ, परमेश्वर का पुत्र, സൃഷ്ടികർത്താവ്, सृष्टिकर्ता, the creator. जो Hallelujah. सृष्टिकर्ता है. അവൻ പറയാ, നിങ്ങൾ കഷ്ടപ്പെടേണ്ട, നിങ്ങളുടെ കഷ്ടം മുഴുവൻ ഞാൻ എടുത്തു. कि वो बोलते तुम कष्ट मत उठा, तुम्हारा सारा നിങ്ങൾ कष्ट मैंने उठाया. ചിന്തിച്ചാൽ മതി, तुम सिर्फ इतना सोचो, ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. इसको स्वीकार करो. आमीन. അക്സെപ്റ്റ് ചെയ്യണം. क्या है स्वीकार യേശു करना? കർത്താവ് എന്തൊക്കെ കഷ്ടം അനുഭവിച്ചുവോ यीशु मसीह जो जो कष्ट उठाया है അത് എന്റെ സ്ഥാനത്തായിരുന്നു. वो मेरे जगह पे था. ഞാൻ കഷ്ടപ്പെടേണ്ട സ്ഥാനത്ത് യേശു കഷ്ടം അനുഭവിച്ചു. मैं मुझे जहाँ कष्ट उठाना था उसने ഞാൻ कष्ट उठाया. എടുക്കേണ്ട ക്രൂശ യേശു ചുമന്നു. आमीन आमीन हालेलुया. मुझे जो सूली उठाना था वो उसने उठाया. ഹലോ, ഞാൻ ആണി അടിക്കപ്പെടേണ്ടടുത്താണ് യേശുവിന്റെ ശരീരം ആ തുളയ്ക്കപ്പെട്ടത്. मुझे किल्ला मारने जहाँ पे उसने किल्ले खाया. കർമ്മമാർഗത്തിന്റെ പ്രത്യേകത, कर्म मार्ग का जो കർമ്മമാർഗം എപ്പോഴും പഠിപ്പിക്കും, कर्म मार्ग हमेशा सिखाता है നിങ്ങൾ കഷ്ടപ്പെടണം, आपको कष्ट उठाना है, നിങ്ങൾ ശരീരത്തിന് പീഡ കൊടുക്കണം. आपको शरीर को पीड़ा देना है. ശരിയല്ലേ? सही है कि അങ്ങനെയുള്ള नहीं? എത്രയോ മാർഗങ്ങളുണ്ട്. ऐसे कितने मार्ग हैं. മനുഷ്യൻ ചാട്ടവാർ കൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുന്നു. इंसान चाबुक से अपने आप को मारते हैं. എന്തിനു വേണ്ടിയാ? क्यों? അവന്റെ ശരീരത്തെ പീഡിപ്പിക്കുക. उसके शरीर को पीड़ा देता है. അവന്റെ ശരീരം പാപം ചെയ്ത് അതുകൊണ്ട് തന്നെ അടിക്കുകയാ. उस शरीर ने पाप किया बोल के शरीर को पीड़ा दे रहा है. നിത്യതയിൽ പോകാൻ വേണ്ടി, आनंद जीवन जाने के മോക്ഷം लिए, കിട്ടാൻ വേണ്ടി, मोक्ष मिलने के लिए, ശാപങ്ങളിൽ നിന്ന് വിമുക്തി കിട്ടാൻ വേണ്ടി. शापों से मुक्ति पाने के लिए. പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? मैं जो कह रहा आप सुन रहे हैं? തന്നെത്താൻ അടിക്കുക, अपने आप को पीड़ा दे रहे हैं, ശൂലം കുത്തുക, अपने आप को शूल किले ठुका रहे हैं, ശരീരത്തിന്മേൽ മുറിവുണ്ടാക്കുക. शरीर में घाव पहुंचा ഞാൻ रहे हैं. കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വാൾ കൊണ്ട് വെട്ടുന്നവരെ കണ്ടിട്ടുണ്ടല്ലേ? ऐसे भी लोगों को देखकर जो ചില तलवार से अपने വാൾ को घाव കൊണ്ട് देते हैं, സ്വന്തം ശരീരം പുറമൊക്കെ അങ്ങ് വെട്ടിയങ്ങ് പിളർത്തുകയാ. अपने पीठ को पूरा तलवार से मार देते हैं. They are desperately looking for salvation. वो बहुत ही बोलते ना बेचैनी से इस प्रकार देख रहे हैं मुक्ति पाए. They are ready to do anything to achieve salvation. वो कुछ भी करने को तैयार है मुक्ति पाने के യേശു लिए. പറഞ്ഞു, यीशु ने कहा നിങ്ങൾ അടികൊള്ളണ്ട, तुम मार मत खा.
നിങ്ങളുടെ പാപത്തിന്റെ അടി ഞാൻ കൊള്ളാം. आमेन, हालेलुया. तुम्हारे पाप के बारे मार मैंने खाया है. നിങ്ങൾ ശൂലം തറയ്ക്കണ്ട. तुम्हें सूली पे नहीं चढ़ना है. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാം. मैं तुम्हारे लिए सूली पे चढ़ा है. That's what Bible says. वो बाइबल कहता है. He took all our transgressions. उसने हमारे सारे अपराधों को ले लिया. നമ്മുടെ എല്ലാ പാപവും അവൻ അവന്റെ ശരീരത്തിന്മേൽ വഹിച്ചു. हमारे सारे पापों को उसने अपने शरीर में उठा നമ്മുടെ लिया. ശാപങ്ങളെ മാറ്റുക. आमेन, आमेन. हमारे शापों को हटाने നമ്മുടെ के लिए ശാപങ്ങളെ യേശു ക്രൂശിലെടുത്തു. हमारे शापों को यीशु ने सूली पे നമ്മുടെ उठाया. വേദനയെ മാറ്റുവാൻ हमारे दर्द को हटाने के लिए അവൻ അടി കൊണ്ടു. उसने मार खाया. And Bible says, बाइबल कहता है. അവന്റെ അടി പിണറാൽ നമുക്ക് സൗഖ്യം आमेन, വന്നു. आमेन, आमेन. उसके कोड़े खाने से हम चंगे हो गए നാം हैं. പാപം ചെയ്തതുകൊണ്ടാണ് യേശു അടി കൊണ്ടത്. हमने पाप किया बोल के यीशु ने നമ്മുടെ कोड़े खाया. പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. हमारे पाप का शिक्षा उसने उठाया. എന്നിട്ട് യേശു നമ്മളോട് പറഞ്ഞു, और यीशु ने हमसे कहा, നീ കർമ്മമാർഗത്തിൽ കടന്ന് കഷ്ടപ്പെടണ്ട. अब तुझे कर्म मार्ग में पड़े पड़े कष्ट नहीं उठाना है. Just believe. तुझे सिर्फ विश्वास करना I है. died for you. मैं तेरे लिए I मरा. became a sacrifice for you. मैं तेरे लिए बलिदान हुआ. Hallelujah. ആ സാക്രിഫൈസിന്റെ വെർച്യു, അതിന്റെ നീതി കൊണ്ട് നീ രക്ഷപ്പെടും. उस बलिदान का द्वारा तू उद्धार पाया. There is only one faith. एक ही विश्वास है. ഒറ്റ വിശ്വാസം മാത്രമേ. एक ही विश्वास. ഹല്ലേലൂയ. കർമ്മമാർഗത്തിനെതിരായിട്ട് സംസാരിക്കുന്നത്. कि जो कर्म मार्ग से विरुद्ध में बात करता ലോകത്തിൽ है. എത്രയധികം വേൾഡ് വ്യൂസ് ഉണ്ട്, വിചാരധാരകളുണ്ട്, दुनिया में कितने सारे विचारधारा എത്ര है, മതങ്ങളുണ്ട്. कितने धर्म എല്ലാവരും है. പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാം? सब क्या सिखाता है? കർമ്മം ചെയ്യ ചെയ്യ, ഇത് ചെയ്യ, ഇത് ചെയ്യ, ഇത് ചെയ്യ. ഹല്ലേലൂയ. कर्म के बारे में ये करो, वो करो, ये करो. യേശു കർത്താവ് മാത്രം പറഞ്ഞു. यीशु मसीह ने केवल कहा. He established a new testament, a new law. उसने एक नया नियम को स्थापित ഒരു किया. പുതിയ നിയമം സ്ഥാപിച്ചു. एक नया എന്താ नियम പറഞ്ഞത്? स्थापित किया. I am ready to forgive you. मैं तुम्हें क्षमा करने को तैयार हूँ. ഹല്ലേലൂയ. നിന്റെ പാപത്തിന്റെ ശിക്ഷ എന്റെ മേൽ എടുക്കാൻ ഞാൻ തയ്യാറാണ്. तेरे पाप का शिक्षा में उठा लेता ഒരു हूँ. പാപത്തിന് രണ്ട് ശിക്ഷയിലുണ്ടോ? एक पाप का दो गुना नहीं है, इल्ला. शिक्षा नहीं है. ഒരു പാപത്തിന് ഒരു ശിക്ഷയുള്ളൂ. एक पाप को एक ही शिक्षा है. പാപത്തിന്റെ പെനാൽറ്റി ഞാൻ എടുക്കാൻ തയ്യാറാണ്. यीशु ने कहा पाप का जो शिक्षा है, मैं उठाता हूँ. പാപത്തിന്റെ പെനാൽറ്റി എന്താണ്? पाप का शिक्षा क्या है? വചനം പറയുന്നു, वचन कहता है പാപത്തിന്റെ ശമ്പളം മരണം. पाप का जो शिक्षा है वो मृत्यु. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യമാണ്. रोमियो 6 के अंत में इस प्रकार The कहता wages है of sin is death. Hallelujah. कि जो पाप का जो सजा है वो मृत्यु है. യേശു പറഞ്ഞു, यीशु ने कहा, അതുകൊണ്ട് ഞാൻ നീ മരിക്കേണ്ട സ്ഥാനത്ത് ആ മരണം എന്റെ മേൽ ഏറ്റെടുത്തു. तो यीशु ने कहा तू जहां मरना था तेरे जगह पर मैं उस मृत्यु को ले കാൽവറി लिया. ക്രൂശിൽ അവൻ നമുക്കായി മരിച്ചു. कालवरी के क्रूस पे उसको हमारे लिए मरे. കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, जो मुझे सुनने वाले प्रियो, യേശു നമുക്ക് പകരം മരിച്ചതുകൊണ്ട് यीशु हमारे बदले में मरा. നാം ആ നിത്യ നരകമാകുന്ന പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിമോചിതരായി. हम वो जो नित्य नरक का जो पाप की शिक्षा से हम बच गए. താങ്ക് യു ഹോളി സ്പിരിറ്റ്. धन्यवाद पवित्र അതാണ് യേശു आत्मा. കാൽവറി ക്രൂശിൽ ചെയ്തത്. वो यीशु मसीह ने कालवरी क्रूस पे ഇന്ന് किया. പകൽക്കാലം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ अगर आज आप ये संदेश जब सुन रहे हैं, നിങ്ങൾ മനസ്സിലാക്കിക്കാട്ടെ, आपको समझना है ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയും കഴിക്കണ്ട. अभी पाप के लिए कोई बलि का जरूरत ഇനി नहीं. പാപങ്ങൾക്ക് आमीन. വേണ്ടി ഒരു യാഗവും കഴിക്കണ്ട. अभी कोई बलि नहीं चढ़ाने की जरूरत नहीं ഇനി है पाप നിങ്ങളുടെ के लिए. ശാപം മാറാൻ വേണ്ടി ഒരു കർമ്മവും ചെയ്യണ്ട. अभी आपका शाप छूटने के लिए कोई कर्म करने की യേശു जरूरत नहीं है. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. आमीन, आमीन. यीशु मसीह ने आपके लिए सब Just कुछ want to किया. believe that Jesus, He did everything for you. आपको सिर्फ विश्वास करना है, यीशु ने सब कुछ तुम्हारे लिए किया. കർത്താവിന്റെ ദാസന് പി.ജി. വർഗീസ് അങ്കിളിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. कि परमेश्वर का दास पीजी वर्गीस का अनुभव से पासवान ने सुना है. അദ്ദേഹം പണ്ട് നോർത്ത് ഇന്ത്യയിലെ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ, वो जब नॉर्थ इंडिया में जब पर्ची बांट रहा था, ഹല്ലേലൂയ, ഒരു നദി, ഇന്ത്യയിലെ ഒരു പ്രധാന നദിയുടെ കിനാര, അതിന്റെ തീരത്തിരുന്ന് ഒരു ഭാര്യയും ഭർത്താവും കരയുന്നു. एक नदी के किनारे में बैठ के पति और पत्नी रो रहे थे. അദ്ദേഹം ഈ ട്രാക്ട് കൊണ്ടിട്ട് ഹല്ലേലൂയ ഈ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, वो ट्रैक യേശുവിനെ കുറിച്ചുള്ള വചനം വായിക്കണം. बोले यीशु के बारे में वचन ऐसे पढ़ो. യേശു നിങ്ങളുടെ ശാപങ്ങളെല്ലാം മാറ്റും. बोले यीशु आपके श्राप को हटाएगा. ചോദിച്ചു, നിങ്ങൾ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചു. बोले क्या कहा? പറഞ്ഞു, യേശു ശാപങ്ങളെല്ലാം മാറ്റും. बोले यीशु श्राप को हटाएगा. ഈ മനുഷ്യൻ ചാടിക്കേറി പി.ജി. വർഗീസിന്റെ കോളറിനെ പിടിച്ചു. वो उसके कॉलर पकड़ा. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, उससे पूछा, പാതിരി അബ് തക് അബ് കഹാം ഥാ? बोले ഇതുവരെ നീ എവിടായിരുന്നു? അബ് തക് അബ് കഹാം ഥാ? ഇതുവരെ നീ എവിടായിരുന്നു? നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചെന്ന്? आपको पता है कारण क्या? മനുഷ്യൻ പറയുകയാണ്, वो इंसान कहता है അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ശാപം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് उसके कुंड में श्राप हुआ कह के അദ്ദേഹത്തിനുള്ള ഏക മകൾ, ഒരു കൊച്ചു കുഞ്ഞിനെ, ഹല്ലേലൂയ, एक छोटी बच्ची, ഏതോ ഒരു എന്താ പറഞ്ഞു, ബാബ പറഞ്ഞു ഇന്ന നദി കൊണ്ട് എറിയാൻ, അങ്ങനെ എറിഞ്ഞിട്ട് നിൽക്കുന്ന നിപ്പ. ഹല്ലേലൂയ. ആ
Thank you, Jesus. वो कोई तो एक बाबा ने कहा कि किसी नदी में जाके फेंको, उस नदी में जाके उस बच्चे को फेंक के रुका था കുടുംബത്തിന്റെ ശാപം മാറാൻ വേണ്ടി. कुटुंब का शाप हटने के ചിലരൊക്കെ लिए। മൃഗങ്ങളെ ബലി കഴിക്കും അല്ലേ? कुछ लोग जानवरों को बलि देते പക്ഷേ हैं। ഇന്നും ഇന്ത്യയിൽ നരബലി നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? आज भी भारत में नर बलि चलता है, क्या विश्वास Last week करते I हैं? was reading a report. लास्ट वीक एक रिपोर्ट पढ़ रहा था। Hallelujah. ഇന്ത്യയിൽ എല്ലാ വർഷവും 10-20 നരബലി നടക്കുന്നുണ്ടെന്ന്. Can you believe it? भारत में हर साल 20-25 नर बलि चलता है। 2022 ലിസ്റ്റിന്റെ അകത്ത് 2022 का लिस्ट 2 കേരളത്തിലായിരുന്നെന്ന്. 2 केरला में था, പ്രബുദ്ധ കേരളത്തിലായിരുന്നെന്ന്. एक खास നരബലി നടന്നത്. नर बलि അപ്പൊ होता। ഞാൻ പണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ല പറയുന്നത്. സ്റ്റിൽ 2022 ആളുകൾ ഹല്ലേലൂയ ഹ്യൂമൻ സാക്രിഫൈസ് പോലുള്ള തിന്മകൾ ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ഒരു കാലം ഇന്നുമുണ്ട്. कि मैं 100 साल पुरानी वाली बातें नहीं, आज की बात देख रहे हैं। आज की पीढ़ी में भी नर बलि जैसे इंसान ऐसा घटिया और एकदम गहरा पाप करता है। അങ്ങനെയാണെങ്കിൽ 30, 40, 50 വർഷം മുമ്പ് എന്തായിരുന്നു സ്ഥിതി? तो ऐसे तो 40-50 साल पहले क्या होता പി.ജി. था? വർഗീസ് അങ്കിൾ ഇപ്പൊ 50 വർഷം തികഞ്ഞു തന്റെ ശുശ്രൂഷയില്. पीजी वर्गीस पासवान का 50 साल पूरा हुआ। അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് उनका सेवा के आरंभ में था। കോളറിന് കടി പിടിച്ചിട്ട് ചോദിച്ചു, कॉलर में पकड़ के आप पूछा, कहां था? നീ എവിടായിരുന്നു? पहले क्यों आके कहा नहीं? ഇത് നേരത്തെ എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല? अगर पहले आप आके ये बात बताते तो അത് നീ നേരത്തെ വന്നിട്ട് मेरा बच्चा പറഞ്ഞാൽ मरने वाला नहीं था. എന്റെ കുഞ്ഞു മരിക്കത്തില്ലായിരുന്നു। ഹല്ലേലൂയ. മനുഷ്യൻ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ എന്തും ചെയ്യാൻ തയ്യാറല്ലേ? इंसान पाप से हाँ तो। श्राप से छुटकारा पाने के लिए कुछ भी करने को तैयार होता है, മ്ലേച്ഛതയും ചെയ്യാൻ തയ്യാറാ. कुछ भी गंदगी करने को तैयार है, എന്ത് പണവും മുടക്കാൻ തയ്യാറാ. कुछ भी धन देने को तैयार है। 100 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ നടക്കും. 100 किलोमीटर चलने बोल तो चलेगा, ആണോ? है कि नहीं? നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാ. हम कुछ भी करने പക്ഷേ को तैयार യേശു है। പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട. पर यीशु ने तू कुछ मत നീ कर, 100 കിലോമീറ്റർ നടക്കണ്ട. तुझे 100 किलोमीटर नहीं നീ चलना है, ശരീരത്തെ മുറിവേൽപ്പിക്കണ്ട. तुझे शरीर को घाव नहीं देना है, ചുമട് എടുക്കണ്ട. तुझे बोझ नहीं उठाना है। believe that. आमेन आमेन। तुझे सिर्फ The विश्वास करना Lamb है of God. The Lamb of God. कि परमेश्वर का नेम ना, The Son of the Heavenly One. जो परमेश्वर का पुत्र है, Jesus, He got sacrifice for you. वो यीशु मसीह आपके लिए बलिदान हुआ है। ദൈവപുത്രനായ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. परमेश्वर का पुत्र परमेश्वर का नेम ला हमारे लिए बलिदान हुआ। അറിയാമോ, യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. आपको पता है कि यीशु हमारे लिए बलिदान हुआ। ഹല്ലേലൂയ. ആ ബലിയിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി. आमेन हालेलुया। ഒന്ന് വിശ്വസിച്ചാൽ उस बलि में आपको विश्वास करना है। പാസ്റ്റർ അത് മതിയോ? ഞാൻ എന്തെങ്കിലും ചെയ്യാൻ റെഡിയാ? വേണ്ട, ഒന്നും ചെയ്യണ്ട. हम कहते हैं पास में उतना ही, बस मैं कुछ करने के लिए तैयार हूँ। പാസ്റ്റർ ഒന്ന് പറ. ഹല്ലേലൂയ. आप कुछ बोलो, I am ready to do something. मैं कुछ करने को तैयार സ്വർഗ്ഗം हूँ। പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. सब बोलते तू कुछ मत कर। Just believe. आमेन। तू विश्वास कर, നിന്റെ വിശ്വാസം तेरा विश्वास നിന്നെ രക്ഷിക്കും. तेरा उद्धार करेगा। യേശുദാ പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. यीशु ने बोला तेरा विश्वास तुझे उद्धार Your देगा। faith in Jesus is going to change your future. आमेन आमेन। तेरा यीशु में जो विश्वास है, वो विश्वास तेरा भविष्य बदलेगा। Your faith in Jesus आपका विश्वास जो is यीशु going में to है, change your faith. वो Hallelujah. तुम्हारा भविष्य को बदलेगा। Amen. Faith എന്ത് ചെയ്യും? वो क्या करेगा? faithനെ മാറ്റും. विश्वास जो है भविष्य को बदलेगा। ഒരു സ്പെല്ലിങ്ങിന്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഫെയ്ത്ത് फेथ विश्वास क्या है? ഇച്ചിരി വ്യത്യാസം അല്ലേ? ഇച്ചിരി വ്യത്യാസം. ഫെയ്ത്ത് വിധി 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 എന്തോ സ്പെല്ലിങ്? ഓക്കെ, ആ ഈ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് അവിടോട്ട് എച്ച് കയറ്റിയിട്ടേ. ഹല്ലേലൂയ. ഫെയ്ത്തിനെ ഫെയ്ത്ത് ആക്കി മാറ്റാം കേട്ടോ. ഹല്ലേലൂയ. विश्वास को तुम्हारा भविष्य बना सकता है। Someone says, നിങ്ങൾ ചിലർ പറഞ്ഞു ഇതെന്റെ വിധിയാ. कि धर्म कहते हैं ये मेरा भविष्य है। ആരോ പറയുന്നു, कोई तो कहता है ഹല്ലേലൂയ, എന്റെ ജാതകത്തിൽ എഴുതിയതാ പാസ്റ്ററെ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. मेरी कुंडली में लिखा है वैसे ही होगा। പരിശുദ്ധാത്മാ പറയുന്നു, आमेन हालेलुया। लेकिन पवित्र आत्मा कहता है ജാതകം തിരുത്തപ്പെടും. आमेन കുണ്ടലി ബദൽനെ വാല है. हालेलुया। सब लोग कहना कुंडली बदलने वाला है. വാ തുറന്ന് പറ ജാതകം മാറ്റും। You know, people used to say that nobody can change the fate. इंसान इस प्रकार करते जो है വിധിയെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. तकदीर कोई बदल नहीं सकता। തക്ദീർ को प्रभु बदलेगा. कि तकदीर ने ദൈവം ഈ മാറ്റും। വചനത്തിൽ എഴുതിയ ബ്യൂട്ടിഫുൾ വാക്യമുണ്ട്. कि वचन में से एक वचन है। എന്താ വാക്യം എന്നറിയാമോ? क्या है? അവൻ वो ആര്? യേശു यीशु ക്രൂശിൽ क्रूस on में the cross में മായ്ച്ചെന്ന്. आमेन हालेलुया। उसने बुझाया। यस आमेन। മായ്ച്ചെന്ന്. उसने बुझाया। മായ്ക്കുമെന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്തെന്ന്. हमें क्या बुझाया?
ഹല്ലേലൂയ. യേശു ക്രൂശിൽ മായ്ച്ചെന്ന് वचन कहता है यीशु मसीह ने काल्वरी क्रूस पे कुछ चीजों को बुझाया. എന്തോ മായ്ച്ചത്? क्या बुझाया? നമുക്ക് വിരോധമായി എഴുതിയ സകല കൈയെഴുത്തിനെ മായ്ച്ചെന്ന്. हमारे विरुद्ध में लिखा हुआ सारे हाथ की लकीरों को उसने बुझा दिया. കേൾക്കുന്നുണ്ടോ? आप सुन रहे हैं? നിങ്ങളുടെ വിരോധമായി കൈയെഴുത്തുണ്ട് കേട്ടോ. आपके विरुद्ध में हाथ से कुछ लिखा हुआ है. പല രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. अलग अलग भाषा में लिखा ഞങ്ങൾ है. കേരളക്കാര് പറയും केरला वाले कहते हैं അതിന്റെ തലയിലെഴുത്താന്ന് പറയും. उसके माथे के लकीर എന്ന് है. പറഞ്ഞാൽ അവരുടെ ചിന്തയ്ക്ക് തലയിൽ ഇങ്ങനെ അകത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ. उसे इस प्रकार लिखे माथे में कुछ लिखा हुआ है. തലയിലെഴുത്ത ഇതേ സംഭവിക്കത്തുള്ളൂ. बोले यही होगा. പക്ഷേ യേശു പറഞ്ഞു, लेकिन यीशु ने कहा ഞാൻ കാൽവറി ക്രൂശിൽ मैं काल्वरी क्रूस में मेरा നിന്റെ തലയിലെഴുത്തിനെ മായ്ച്ചു. तेरे सिर के लकीरों को मैंने बदल दिया है. എന്നാ പ്രിയമുള്ളവരെ, एक ही नहीं, നമുക്കൊക്കെ എന്തൊക്കെ തലയിൽ എഴുതി വെച്ചിട്ടാ സാത്താൻ ഇങ്ങോട്ട് നമ്മളെ അല്ലേ ഹല്ലേലൂയ തകർക്കാൻ ശ്രമിച്ചെന്ന് അറിയാമോ? हाँ शैतान ने हमारे बारे में क्या क्या लिख के रखा हमें नाश करने के लिए. അതെല്ലാം അങ്ങ് മായ്ച്ചു. लेकिन परमेश्वर ने सब बुझा दिया. തലയിലെഴുത്തിനെ മായ്ച്ചു. कि सिर के लकीरों को बदल दिया. ഓലയിൽ എഴുതിയതിനെ മായ്ച്ചു. पत्ते में लिखा हुआ उसको बदल दिया. ഓല ഇത് പഴയ കാലത്തൊക്കെ ഓലയിലായിരുന്നു എഴുതുന്നല്ലേ. ഓലയില് ജാതകമൊക്കെ എവിടെയായിരുന്നു എഴുതുന്നത്? ഓലയിലായിരുന്നു. पत्ते में लिखता ആ था. നമ്മുടെ ഈ എന്തോ പനയുടെ ഓലയോ അല്ലേ, പനയുടെ ഓലയിലല്ലേ ജാതകമൊക്കെ എഴുതുന്നത്. അതിനെ അങ്ങ് മായ്ച്ചു. ആര് മായ്ച്ചു? जो कुंडली जब पत्ते पे लिखता था उन सबको यीशु मसीह ने मिटा दिया. തകിടിൽ എഴുതും അല്ലേ, തകിടിൽ താബീസ് क्या बोलते हैं? ताबीज. ആ തകിടിൽ എഴുതും. कुछ लोग ताबीज में लिखते हैं. കുത്തിയിരുന്ന് എഴുതിയതാ, നമുക്കെതിരെ എഴുതിയതാ കേട്ടോ. उसने अपने विरुद्ध में लिखा. യേശു കർത്താവ് പറഞ്ഞു ഞാൻ മായ്ച്ചെന്ന്. यीशु मसीह बोला मैंने वो बुझा दिया. വിശ്വസിക്കാൻ പറ്റുമോ? क्या विश्वास कर सकते हैं? ആമേൻ. യേശു മായ്ച്ചു. എനിക്ക് വിരോധമായ സകലത്തെ മായ്ച്ചു. यीशु मसीह ने मेरे विरुद्ध में जो भी लिखा था सारे लिखावट को बुझा दिया. പിന്നെ ഈ ചിലര് പറയുന്നത് फिर कुछ लोग कहता है ഇവന്റെ സ്റ്റാർസ് ആണ് ഇവനെ ബാധിച്ചിരിക്കുന്നത്. कुछ लोग बोलते हैं इसका जो नक्षत्र है इसको इस पे भारी है. അത് പറഞ്ഞ് കാശുണ്ടാക്കുന്നവരുണ്ട്. वैसे बोल के धन बनाते हैं. നക്ഷത്ര ഫലം പറയുകയാണ്. क्यों ഹല്ലേലൂയ. ഹോറോസ്കോപ്പ്, ज्योतिष ज्योतिष. യേശു കർത്താവ് പറഞ്ഞു ഞാൻ അതങ്ങ് മായ്ക്കുകയാണ്. यीशु मसीह बोला मैं उसे बुझा देता हूँ. ഈ വചനത്തില് ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. कि वचन में आयुब बोल के एक व्यक्ति को परमेश्वर ने पूछा കാർത്തികയുടെ ചങ്ങല നിനക്ക് തകർക്കാമോ? കാർത്തികയുടെ ചങ്ങല, കാർത്തിക ഒരു നക്ഷത്രമാണ്, അതിന്റെ ചങ്ങല നിനക്ക് പൊട്ടിക്കാൻ പറ്റുമോ എന്ന്. മകയിരത്തിന്റെ ബന്ധനം നിനക്ക് തകർക്കാമോ? രണ്ട് നക്ഷത്രങ്ങളാണ്. അപ്പൊ കാർത്തികയ്ക്ക് ചങ്ങലയുണ്ട്, മകയിരത്തിന് ബന്ധനമുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു അതൊക്കെ ഞാൻ പൊട്ടിക്കുന്നവനാ. वचन में कहते हैं कार्तिक जो है उसको एक बंधन है, एक जंजीर है. मगेर बोल के जो सितारा है उसको एक बंधन है, उसको कोई तोड़ नहीं सकते, लेकिन मैं उसे तोड़ देता हूँ. യേശു കർത്താവ് മായ്ച്ചെന്ന്. यीशु मसीह ने उसे बुझा दिया. നക്ഷത്രങ്ങളുടെ അപഹാരം നിങ്ങളിലുണ്ടോ? നിങ്ങൾ പേടിക്കണ്ടെന്ന്. യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് മാറി. अगर आपका कोई भी हॉरोस्कोप हो, कोई भी आपको तारे आपको भारी पड़ता हो ग्रह, उससे आपको कोई चिंता नहीं, क्योंकि यीशु मसीह उन सबको बुझा दिया है. അതിന്റെ ഒരു ഫലവും നിങ്ങൾക്കുണ്ടാകത്തില്ല. उसका कोई भी फल आपको नहीं होगा. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ അതെല്ലാം മായ്ച്ചു കളഞ്ഞു. यीशु मसीह ने काल्वरी क्रूस में सबको बुझा दिया. വിരോധമായി എഴുതിയതിനെ സകലത്തിനെയും മായ്ച്ചു. आपके विरुद्ध में लिखा हुआ हर एक चीजों को, നിങ്ങളുടെ വിധി മാറ്റുമെന്ന്. आपका तकदीर को. എങ്ങനെയാണ് വിധി മാറുന്നത്? कैसे तकदीर बदलता है? ഫെയ്ത്ത് മാറണമെങ്കിൽ നിങ്ങൾ യേശുവിൽ आमीन. ഫെയ്ത്ത് ഉള്ളവരായി തീരുക. आपको तकदीर अगर बदलना है तो आपको यीशु में विश्वास करना. हालेलुया. हालेलुया. So faith in Jesus जो यीशु में will विश्वास है change your fate. वो आपका तकदीर को बदलेगा. ആമേൻ ആമേൻ. ജാതകം മാറുമെന്ന് कुंडली बदल जाएगा. എനിക്കറിയാം. ജാതകം മാറിയ കഥകൾ ഒത്തിരി എനിക്കറിയാം. पासवान जानते हैं बहुत सारे कुंडली जो बदला हुआ है. എനിക്കൊരു പ്രിയപ്പെട്ട ദൈവദാസി ഒരു കുടുംബത്തെ എനിക്കറിയാം. पासवान एक कुटुंब को जानता है. ആ കുടുംബത്തിൽ എഴുതി, അവരുടെ ജാതകത്തിൽ എഴുതിയിരുന്നു उनके कुंडली में लिखा था ഇത്രാം വയസ്സിൽ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോകും. इतना साल के ആ बाद വയസ്സ് വരെ ഈ ആൾ मर ഉള്ളെന്നുള്ള जाएगा. സൂചന ആ ജാതകത്തിലുണ്ടായിരുന്നു. उस कुंडली में वैसा लिखा था. പക്ഷെ വിശ്വാസത്തിൽ വന്നു, लेकिन विश्वास में आया, ഉപവസിച്ചു പ്രാർത്ഥിച്ചു. उपवास करके प्रार्थना ഇന്നും किया. ദൈവത്തിന്റെ കൃപയാൽ ജീവനോട് ഇരിക്കുന്നു, സുവിശേഷ വേല ചെയ്യുന്നു. आज भी जीवित सेवकाई कर रहे हैं. ജാതകം മാറും, कुंडली बदल വിധി जाएगा. മാറും, तकदीर बदल വിരോധമായി जाएगा. എഴുതിയത് മാറും. आपके विरुद्ध में लिखा हुआ चीजें बुझ जाएगा. കർമാനുഷ്ഠാനങ്ങളുടെ മാർഗമാണ്. वो कर्म से जो मार्ग है उसका मार्ग അതിൽ है. നിന്നെല്ലാം മോചനം യേശുവിലൂടെ. उन सब में से मुक्ति यीशु के എങ്ങനെ? द्वारा. വിശ്വാസത്താൽ.
विश्वास के द्वारा യേശു ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. यीशु मसीह ने एक नया नियम का വളരെ स्थापित സിമ്പിൾ किया। ആണ്. बहुत ही सरल है। Just have faith in Jesus. केवल यीशु मसीह पे विश्वास करो। നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, यदि आपको विश्वास है, യേശുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, यीशु का हाथ पकड़ के, നിങ്ങൾ ചെയ്ത പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല, आपके अच्छे कामों से नहीं, നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ്. आपका जो भी पुण्य का जो अच्छा जो कर्म है वो परमेश्वर के सामने धाग से भरा हुआ है। ഹല്ലേലൂയ. അതൊന്നുമില്ല ദൈവത്തിന്റെ മുമ്പിൽ. वो परमेश्वर के सामने कुछ भी नहीं Do है। not try to please God by doing something which is good. हम कोई भी चीजें करके परमेश्वर को प्रसन्न नहीं कर ദൈവത്തെ सकता। അങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. परमेश्वर को प्रसन्न नहीं कर सकता। ദൈവത്തെ ചില ആളുകളല്ലേ ഹല്ലേലൂയ സ്വല്പം എണ്ണ കൊണ്ട് കൊടുത്തിട്ട് ദൈവത്തോട് പറയും, ദൈവമേ ഈ എണ്ണ വാങ്ങിച്ചിട്ട് നീ സന്തോഷിക്കണമെന്ന്. कुछ लोग परमेश्वर को तेल देके कहते हैं, इस तेल लेके ഈ प्रसन्न हो जा। വചനത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. वचन में परमेश्वर कहता है എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് ചോദിക്കുമോ? कि अगर मुझे भूख लगे तो मैं तुझसे मांगेगा ഞാൻ क्या? സൃഷ്ടികർത്താവാ. मैं सृष्टि ഈ करता है। ഭൂമിയിലെ സകല മൃഗങ്ങളും എന്റേതാ. ये सारे जो जानवर मेरे हैं ആ सृष्टि എന്റെ के। അടുക്കൽ ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് പറയും ഇത് സ്വീകരിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കണം. उसके सामने तो एक भेड़ को लेके आके कहते हैं, इसे स्वीकार करके मुझे आशीष कर। ദൈവത്തിന് അത്ര പാപരത്വമില്ല, ദൈവത്തിന് അതിന് ആവശ്യമില്ല. परमेश्वर तक गरीब नहीं है, उसको उसकी जरूरत नहीं है। ഭൂമിയിലെ മുഴുവൻ എണ്ണയും അവന്റേതാണ്. पृथ्वी का सारा तेल അവിടെ उसका है। ഒരു തോടം എണ്ണ കൊടുത്തിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. उसको एक बूंद तेल देके प्रसन्न नहीं कर सकता। ഞാൻ ബാന്ദ്രായ്ക്ക് അപ്പുറം ഒരു സ്ഥലത്ത് ഒരു കാത്തലിക് ചർച്ചിന്റെ വെളിയിൽ നിൽക്കുകയായിരുന്നു. कि I was पास्टर studying. क्या बांद्रा के उधर कैथोलिक चर्च के ഞാൻ ചർച്ചിൽ പോയതല്ല. चर्च में नहीं गया था। ഹല്ലേലൂയ. സംതിങ് ഈസ് റോങ് വിത്ത് യു. ഹല്ലേലൂയ. ഞാൻ ആ ചർച്ചിൽ പോയതല്ല. वो चर्च में नहीं गया था। അവിടെ ഒരാള് എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞതിന് അവിടെ ഒരു അയാളൊരു ലാൻഡ് മാർക്ക് പറഞ്ഞതിന് ആ ചർച്ചിന്റെ വെളിയിൽ പോയി ഞാൻ നിൽക്കുക. तो एक व्यक्ति से मिलने के लिए उसने एक लैंडमार्क बोलते वो इस से वहां ഞാൻ रखा था। പള്ളിയുടെ വെളിയിലാണ് നിൽക്കുന്നത് കൊണ്ട് और चर्च के बाहर खड़ा था। പള്ളിയുടെ വെളിയിലെല്ലാം മെഴുകുതിരി വിൽക്കുന്നവരുണ്ട്. वहां पूरा क्या मेमबत्ती बेचने वाले ഒത്തിരി മെഴുകുതിരി കച്ചവടക്കാരുണ്ട്. बहुत मेमबत्ती അവരോടത്ത് बेचने वाले। ഞാനും ഈ പള്ളിയിൽ മെഴുകുതിരി അർപ്പിക്കാൻ വന്നതായിരിക്കുന്നത്. तो उनको लगा कि पासबान भी उधर क्या मेमबत्ती चढ़ाने आया। മെഴുകുതിരി എൻ്റെ അടുത്ത് കൊണ്ട് ചോദിച്ചു വേണമെന്ന് ചോദിച്ചു. एक जन आके बोला चाहिए ഞാൻ क्या? ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. बोला क्यों? അതുകൊണ്ട് അപ്പം പറഞ്ഞു ദൈവത്തിന് വേണ്ടി കത്തിക്കാനാന്ന് പറഞ്ഞു. बोला परमेश्वर को चलाने के लिए। ഞാൻ അന്നൊരു ചെറിയ സുവിശേഷകനായി മാറി. तब पासबान थोड़ा सेवक ഞാൻ അവരോട് सुख ഈ समझ। ആകാശത്തിലെ സൂര്യനെ കണ്ടോന്ന് ചോദിച്ചു. बोले तू आकाश का सूरज को ഈ देखा क्या? സൂര്യനെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചു. बोले इसको उसने सृष्टि किया। അത് ദൈവമാണ്. बोला ഈ परमेश्वर। സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളൊരു ചെറിയ മെഴുകുതിരി കത്തിച്ച് സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. बोले ये जो सूरज को जिसने सृष्टि किया उसको तुम एक छोटा सा मेमबत्ती से അവര് एकत्रित किया। മനസ്സിലായോ ഇല്ലയോന്ന് അറിയത്തില്ല. എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അങ്ങ് പോയി. उसको पता चला कि नहीं पता। ഞാൻ वो നിരീശ്വരവാദി ആയതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. मैं निरीश्वरवादी बोल के नहीं कहा। അല്ല അല്ല, ദൈവത്തിന്റെ വലുപ്പം അറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. परमेश्वर के बड़ापन जान के कहा। എന്റെ പുണ്യപ്രവർത്തികൾ അല്ല ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. मेरे अच्छे कर्म नहीं परमेश्वर को प्रसन्न करता പിന്നെ है। എന്താ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്? क्या परमेश्वर को When प्रसन्न I करता है? trust in God, अब मैं हालेलुया जब मैं परमेश्वर पर विश्वास when I करता हूँ, depend on God, मैं उस पर when निर्भर I होता say है। Lord I believe you, जब मैं कहते हैं परमेश्वर मैं तुम पे विश्वास करता when I हूँ, say Lord I have faith in you, जब मैं कहते हैं परमेश्वर मुझे तुझ पे विश्वास है, ദൈവത്തിന് വലിയ സന്തോഷമാണ്. परमेश्वर बहुत आनंद होता है। ശരിയല്ല ഞാൻ പറഞ്ഞത്. है कि नहीं? നമ്മുടെ അപ്പന്റെ അടുക്ക ചെന്നിട്ടെ हमारे पिता के पास जाके ഹല്ലേലൂയ നമ്മൾ ഈ ഫോർമാലിറ്റി കുറെ വാക്കുകൾ പറയുന്നതാണോ അപ്പന് ഇഷ്ടം? हम जो बोलते हैं ना कि फॉर्मेलिटी में कुछ बातें कहना वो पिता को अच्छा लगेगा അതോ क्या? an action of love ഏതാണ് അപ്പന് ഇഷ്ടം? या एक प्रेम की बात है। ഹലോ, ഏതാ ദൈവം അപ്പന് ഇഷ്ടം? നമ്മൾ आपको पिता क्या ഫോർമാലിറ്റിയിൽ पसंद है? എന്ത് ചെയ്താലും അപ്പന് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? പക്ഷേ फॉर्मेलिटी के लिए कुछ करते ഇവിടെ पिता को पसंद आएगा। സ്മോൾ ആക്ഷൻ ഓഫ് ലവ് एक ഹല്ലേലൂയ छोटा जो प्रेम का जो एक आशा है അത് അപ്പന്റെ ഹൃദയത്തെ തൊടും. वो पिता का हृदय को छुएगा। നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് स्वर्गीय पिता से when you say that Lord I trust in you, आप जब कहते हैं परमेश्वर मैं तुम पे विश्वास करता हूँ, when you say Lord I believe in you, वो कहते हैं मैं जो विश्वास करता when हूँ, you say that Lord I love you, जब तुम कहोगे परमेश्वर मैं तुमसे प्रेम करता हूँ, നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ അത് പിടിച്ചു കുലുക്കും കേട്ടോ. वो स्वर्गीय पिता को हिलाता है। ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഈ വചനത്തിൽ നിന്നുണ്ട്. बहुत सारी बातें बोलने के लिए इस वचन 79 സങ്കീർത്തനത്തിന്റെ 8 വാക്യം ഒന്ന് വായിച്ചാട്ടെ. Psalm 79 के ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. 79 8 വാക്യം. 79 का 8वां आयत। ഞങ്ങളുടെ ഹല്ലേലൂയ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങളോട് കണക്കിടരുതേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മേൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യമാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറയാൻ പറ്റുമോ?
क्या इस प्रकार कह सकते हैं कि अगर हम जो आज हानि से जा रहे हो हमारे पूर्वजों का कर्म की वजह से, ഇവിടെ अधर्म की ഈ वजह से, तो मुझे माफ कर। 79 സങ്കീർത്തനത്തിൽ Psalm 79 में ദൈവമക്കളാകുന്ന ഇസ്രായേൽ ഭയങ്കരമായിട്ട് യുദ്ധത്തിൽ തകർന്നു കിടക്കുക. कि इस्राएल जो युद्ध में बहुत बुरी तरह से हारा അതുകൊണ്ടാണ് हुआ അവിടെ है। പറയുന്നത് ശവങ്ങൾ കിടക്കുന്നു, കുഴിച്ചിടാൻ ആളില്ല. इसके लिए कहते हैं कि यहाँ लाश पड़े दफनाने അപ്പൊ അവർക്ക് कोई തന്നെ नहीं। മനസ്സിലായി ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം, उन्हें पता चला ये सब का ഈ कारण, നഷ്ടത്തിന് നാശത്തിന് കാരണം, ये जो नष्ट का, ये जो ഇതിന്റെ बर्बादी का പിന്നിൽ कारण, എന്തോ ഒരു കാരണമുണ്ട്. इसके पीछे बड़ा एक कारण है। അപ്പോൾ അവർക്ക് ആ കാരണം മനസ്സിലായി. उनको कारण पता चला। അവര് പറയുകയാണ്, वो कहता है കർത്താവേ ആ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, पिता वो पापों को मुझसे क्षमा ഞങ്ങളുടെ कर, പിതാക്കന്മാരുടെ അകൃത്യത്തെ ഞങ്ങളോട് ക്ഷമിക്കണം. हमारे पूर्वजों के अधर्म को मैं माफ कर। ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ कुछ कुटुंबों में പിൻപറ്റുന്ന ചില ദൈവിക ശിക്ഷകളുണ്ട്. कि पीछे करने वाला कुछ परमेश्वर का शिक्षा है। ചില കുടുംബങ്ങളിൽ പിൻപറ്റുന്ന ദൈവിക ശിക്ഷകളുണ്ട്. कुछ कुटुंब में पीछे करने वाला परमेश्वर का कुछ അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അതൊക്കെ ഉള്ളതാണോ? तो आप पूछे पासवान वो है क्या? കഴിഞ്ഞ 10-28 വർഷത്തെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി കുടുംബങ്ങളിൽ ഹല്ലേലൂയ പിതാക്കന്മാർ ചെയ്ത തിന്മയുടെ ഫലം തലമുറ അനുഭവിക്കുന്നത്. मैं बहुत सारे कुटुंब में इस प्रकार सेवकाई में देखा है कि पिताओं की गलतियों आज भी बच्चे उसमें भुगत रहे हैं। ശുശ്രൂഷയുടെ അനുഭവങ്ങളായതുകൊണ്ട് ആളുകൾ ഇൻവോൾവ് ആയതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. कि सेवकाई का भाग है कि बहुत सारे लोग इन्वॉल्व हैं। പക്ഷേ വ്യക്തികളെ, സ്ഥലങ്ങളെ മാറ്റി, പേരുകളെ മാറ്റി 1-2 ഉദാഹരണം ഞാൻ പറയാം. व्यक्तियों का नाम बदल के, जगह बदल के मैं कुछ चीजें कहता കാരണം हूं, ഈ ആളുകളൊക്കെ നമുക്കറിയാവുന്ന ആളുകളൊക്കെ ആകാം. അതുകൊണ്ട് क्योंकि ये सब व्यक्ति हमें पता हो सकता है। ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. पासवान एक व्यक्ति के लिए प्रार्थना करने गया। വ്യക്തിക്ക് വളരെ വലിയൊരു പൈശാചിക പോരാട്ടമാണ്. उसको बहुत बड़ा एक शैतानी बंधन എങ്ങനെ था। പൈശാചിക പോരാട്ടമാണെന്നറിയാമോ? शैतानी बंधन क्या था? സ്വന്തം ശരീരം മുറിവേൽപ്പിക്കും. वो खुद के शरीर में घाव पहुंचाता ബ്ലേഡൊക്കെ था। കിട്ടിക്കഴിഞ്ഞാൽ കൈ അങ്ങ് പോറും, കൈ അങ്ങ് മുറിവേൽപ്പിക്കും. अगर उसको ब्लेड मिले तो अपने हाथ को काटता था, പിച്ചാത്തിയൊക്കെ എടുത്ത് അങ്ങ് കൈയൊക്കെ അങ്ങ് മുറിക്കും. कि चाकू से हाथ को काटता था। അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ कि किचन में जब काम ഗ്യാസ് करता था, സ്റ്റവ് ഓൺ ചെയ്തിട്ട് കത്തിച്ചിട്ട് गैस को चालू करके കൈ പിടിച്ചങ്ങ് കത്തിക്കും. कि हाथ को Can जलाता you था। believe that? क्या आप विश्वास कर सकते हैं? Hallelujah. A kind of demonic possession. एक शैतानी आत्मा ने पकड़ा था। Hallelujah. വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. उस घर में प्रार्थना करने गया। പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ जब प्रार्थना करने गया, താങ്ക് യു ജീസസ്, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, why this is happening? मेरे परमेश्वर क्यों हो रहा है? എന്താണ് ഈ വ്യക്തിയെ പിശാച് പിടിച്ചു വെക്കാനുള്ള കാരണം? क्या है इस व्यक्ति को शैतान पकड़ कर रखने का ദൈവാത്മാവിനോട് कारण? പറഞ്ഞു, there is a curse behind this family. बोला कि इस परिवार में एक श्राप है। അപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, तो परमेश्वर की आत्मा ने ഇവരോട് कहा, ചോദിക്കേ, इनको पूछ ഇവരുടെ അപ്പന്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? पूछ इसके पिता की पहली पत्नी को क्या हुआ? അപ്പന്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? बोले पिता का पहला पत्नी को क्या हुआ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഓ അങ്ങനെ ഒരു സംഭവമില്ല, എൻ്റെ പപ്പന് ആദ്യത്തെ ഭാര്യ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയേ ഉള്ളൂ, ഒറ്റ ഭാര്യയേ ഉള്ളൂ. बोले कि नहीं, ऐसा तो मेरा पिता का पहला पत्नी नहीं है, एक ही ഈ है സ്ത്രീയുടെ मेरा माँ। ഭർത്താവ് പറഞ്ഞു, ഇല്ലെന്ന്, അങ്ങനല്ല, ഒറ്റ ഭാര്യയേ ഉള്ളൂ. बोले कि नहीं, ऐसा नहीं, एक ही पत्नी है। അപ്പോൾ എനിക്കാണോ തെറ്റ് പറ്റിയത്, അവർക്കാണോ തെറ്റ് പറ്റിയത്? तो इन्हें पासवान को പക്ഷെ गलती ദൈവത്തിന്റെ കൃപയാൽ लेकिन परमेश्वर की कृपा ആ से വീട്ടിൽ उस घर में അവരുടെ ഏറ്റവും മൂത്ത സഹോദരനുണ്ടായിരുന്നു. उसके घर में सबसे बड़ा भाई था। അവര് പെങ്ങളോട് പറഞ്ഞു, उसने बहन से कहा, നിനക്കറിയാത്തൊരു രഹസ്യം ഞാൻ പറയാം. तुझे नहीं पता है, रहस्य में बता। നമ്മുടെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് അപ്പൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. बोला कि माता से शादी करने से पहले पिता ने നമ്മുടെ किसी और से शादी അമ്മയെ की। വിവാഹം കഴിക്കാൻ വേണ്ടി हमारी माँ को से शादी करने के लिए അപ്പൻ ആ സ്ത്രീയെ ദൂരെ എവിടെയോ സ്ഥലത്ത് കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടി എന്നാണ് രഹസ്യം. इस ഹല്ലേലൂയ. प्रकार है कि हमारी माँ से शादी करने के लिए उन्होंने മനസ്സിലായോ ഞാൻ പറയുന്നത്? उनकी पहली पत्नी को दूर की हालेलुया। तरफ लेके आके मार डाला। എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട സംഭവം ഞാൻ പറയുന്നത്. कि पासवान की आंखों के सामने देखा, ആർക്കും അറിയാത്ത ചരിത്രം, किसी को नहीं पता, രഹസ്യം. रहस्य ഹല്ലേലൂയ. है, ആർക്കും അറിയാത്ത രഹസ്യം किसी को नहीं पता। പരിശുദ്ധാത്മാ പറയുകയാണ്. पवित्र आत्मा कहता है ഇതുകൊണ്ടാണ് സംഭവിച്ചത്. इसके लिए है। താങ്ക് യു ജീസസ്. ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. उस विषय को रख के ഈ प्रार्थना വചനം की। പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. वचन कहते हैं हमारे पूर्वजों के पापों को हमें क्षमा कर। നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിന്റെ തല്ല് ചിലപ്പം 2-3 തലമുറയുടെ മേൽ നിൽക്കും. अगर हमारे पूर्वजों ने अगर कुछ गलती किया तो इसका जो मार है 2-3 पीढ़ी तक मिलेगा। നമുക്ക് ഈ ബോധ്യം വന്നു കഴിയുമ്പോൾ, ഈ അറിവ് വന്നു കഴിയുമ്പോൾ हमें जब ये ज्ञान जब मिलता है, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് എന്റെ തലമുറയിലേക്ക് അത് ട്രാൻസ്ഫർ ആയി വരരുത്. हमें प्रार्थना करना परमेश्वर मेरे पीढ़ी में ट्रांसफर नहीं വചനം होना പറയുന്നത് है। അങ്ങനെയുള്ള ശാപങ്ങൾ 4 തലമുറ വരെ വരും.
വരുമെന്ന്. वचन कहते हैं ऐसा जो श्राप है 4 पीढ़ी तक आता ചിലർക്ക് है. ഇവിടെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാസ്റ്റർ ഇതെല്ലാം ഓട്ടോമാറ്റിക് മാറത്തില്ലേ? कुछ लोग कहते हैं उद्धार पाने के बाद ये सब तो ഓട്ടോമാറ്റിക് ऑटोमेटिक आता है. മാറത്തില്ല. എന്തുകൊണ്ട് മാറത്തില്ല? क्यों नहीं जाएगा? നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ जब तुम उद्धार पाया അല്ല യേശു കർത്താവ് ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാപം ഓട്ടോമാറ്റിക് മാറിയോ? कि यीशु मसीह ने क्रूस पे मारा बोल के आपका पाप ऑटोमेटिक गया. മാറിയോ? പിന്നെ എങ്ങനെ മാറിയത്? ഏറ്റു പറഞ്ഞപ്പോഴാണ് മാറിയത് അല്ലേ? आपने जब स्वीकार किया तो യേശു ക്രൂശിൽ മരിച്ചു, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമായി. പക്ഷെ ഓട്ടോമാറ്റിക് രോഗം സൗഖ്യമാകുമോ? आमीन हालेलुया. यीशु मसीह क्रूस पे मारा, आपका बीमारी से चंगा യേശു हुआ ക്രൂശിൽ क्या? മരിച്ചോണ്ട് ഇനി ആരും രോഗികളാകത്തില്ല എന്ന് പറയാൻ പറ്റുമോ? यीशु मसीह मरा इसके लिए कोई പിന്നെ बीमार എന്ത് नहीं कह ചെയ്യണം? सकते क्या? നിങ്ങൾ വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുമ്പോഴാണ് മാറുന്നത് അല്ലേ? आपको विश्वास से उसे स्वीकार करना है. അപ്പോൾ പാപവും രോഗവും വിശ്വാസത്താൽ സ്വീകരിച്ചെങ്കിലേ മാറത്തുള്ളൂ. पाप और बीमारी विश्वास से स्वीकार करे तो जाएगा. ക്രൂശിൽ ചെയ്ത മൂന്നാമത്തെ കാര്യമാണ് ശാപം. क्रूस का तीसरी बात है श्राप. ആ ശാപം वो श्राप നിങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ अगर आप में से हटना है तो ആദാമ്യ വർഗത്തിന്റെ ശാപമുണ്ട്, അത് വേറെയാ കേട്ടോ. आदमी का एक साप है और പക്ഷേ श्राप है वो अलग है. വ്യക്തിപരമായി നമ്മുടെ പിതാക്കന്മാർ ചെയ്ത തിന്മകളുടെ ശിക്ഷ കുടുംബത്തിന്മേൽ ഉണ്ടെങ്കിൽ, ആ ശിക്ഷയെ വിളിക്കുന്ന പേര് ശാപം കുടുംബത്തിന്മേൽ ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായി ഏറ്റുപറയണം, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ തലമുറയിൽ നിന്ന് അത് മാറ്റണം. जो व्यक्तिगत तौर पे हमारे पिताओं ने जो गलतियां किया है वो हम पे आ सकते हैं, हमें कबूल करके क्षमा करके प्रार्थना करना है. ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുഭവം, എന്റെ കുടുംബത്തിന്റെ അനുഭവം कुटुंब का अनुभव है. 3-4 തലമുറകൾക്ക് മുമ്പ് 3-4 पीढ़ी पहले ക്രിസ്തീയ കുടുംബമായിരുന്നു, मसीह कुटुंब, പക്ഷേ നാമോധേയ ക്രിസ്തീയ കുടുംബമായിരുന്നു. लेकिन नामदारी था. എന്തിനും മന്ത്രവാദമായിരുന്നു മരുന്ന്, किसी भी चीज के लिए जादू टोना था. എന്തിനും മന്ത്രവാദം. कुछ भी करने के പിള്ളേര് लिए പഠിച്ചില്ലെങ്കിൽ മന്ത്രവാദിയെ വിളിക്കും. बच्चे नहीं पढ़ा तो जादू टोना. ആർക്കെങ്കിലും രോഗം വന്നാൽ മന്ത്രവാദിയെ വിളിക്കും. कोई बीमार हुआ तो जादू ഇത് टोना करेगा. പോരാഞ്ഞിട്ട് അയൽവക്കത്തുകാർക്കെല്ലാം വിട്ട് മന്ത്രവാദം ചെയ്യും. ये छोड़ के आजू बाजू पड़ोसी सबको जादू टोना അവസാനം करेगा. എന്ത് സംഭവിച്ചെന്നറിയാം? अंत में क्या हुआ? ഹല്ലേലൂയ. ആ മന്ത്രവാദത്തിന്റെ പാപം അത് വലിയ പാപമാണ് കേട്ടോ. वो जो जादू टोना का जो पाप है അത് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ശാപമായി നിഴലിട്ടു. वो इनके कुटुंब में श्राप के हिसाब से खड़ा हुआ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബ വീട് തീ വെന്തുപോയി. जो कुटुंब का जो घर था, खानदान का जो घर था, ഞാൻ ഇന്ന് वो जल ഓർക്കുന്നുണ്ട്, गया. ആ കുടുംബ വീടിന്റെ നിലവറ കുഴിയിൽ നിന്ന് പിന്നീട് ആ വീടിൽ മറ്റൊരു വീട് പണിയാൻ ശ്രമിച്ചിട്ട് ആ വീടിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് എല്ലാം കിട്ടുന്ന മന്ത്രവാദത്തിന്റെ തകിടും കുപ്പിയുമായിരുന്നു. कि जब दूसरा घर बनाने के लिए उसको देखा तो उसमें सब वो जादू टोने की चीजें मिल എന്റെ रहा था. കുടുംബത്തിന്റെ അനുഭവം പറയുന്നത്, ये अनुभव बता रहे हैं എന്റെ പിതാവ് ഞാൻ ജനിക്കുന്നതിന് ചില മാസങ്ങൾക്ക് മുമ്പ് തളർന്നു പോയി. कि ഹല്ലേലൂയ. पासवान का पिताजी इनका जन्म से कुछ महीना पहले ही वो എനിക്കൊരു ഭയമുണ്ടായിരുന്നു. लाचार हो गया. എനിക്കൊരു ഭയമുണ്ടായിരുന്നു, इन्हें एक डर था, എനിക്കും അത് സംഭവിക്കുമെന്ന്. इन्हें भी होगा क्या. ആരോ എന്റെ ചെവിയിൽ വന്ന് പറയുമായിരുന്നു, कोई कान में आके कहता था 35ാമത്തെ വയസ്സിൽ നീയും തളർന്നു പോകുന്നു. कि 35 की उम्र में तू भी लकवा मारेगा. ഞങ്ങൾ ശാപം കണ്ട കുടുംബമാണ്. हमने श्राप को देखा हुआ कुटुंब है. ഹല്ലേലൂയ. എന്റെ മകൻ ജനിക്കുന്നത് എനിക്ക് 10-28 വയസ്സുള്ളപ്പോഴാണ്. पासवान को बेटा होते जब वो 28 साल का था. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, आज भी याद करता എന്റെ है. പപ്പ എന്നോട് വിളിച്ചു പറഞ്ഞു, इनकी पापा ने कहा ശാപം അടുത്ത തലമുറയിലേക്ക് പോകരുത്. मेरा श्राप अगले पीढ़ी में नहीं जाना है. പിതാക്കന്മാർ ചെയ്ത ഈ ആവിചാര ക്രിയകളുടെ ദുഷ്ട മന്ത്രവാദ പ്രവൃത്തികളുടെ ശാപം അടുത്ത തലമുറയിലേക്ക് പോകരുത്. बोला कि जो भी पिताओं ने जो गलती की है कि जादू टोना की वो अगले पीढ़ी में नहीं जाना है. എന്റെ മകൻ ജനിക്കുന്നതിന് മുമ്പ് ഉപവസിച്ചു പ്രാർത്ഥിച്ചോണം. बोले तेरा बेटा जन्म होने से पहले उपवास करके प्रार्थना कर. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഉപവസിച്ചു, ഞാനും പിതാവ് കൂടി ഉപവസിച്ചു. പാസ്റ്റർ ഒത്തിരി അനുഭവങ്ങൾ പിതാജിനെ പറയാനുണ്ട്. ഉപവാസം ചെയ്യാം. ചുരുക്കത്തിൽ പറയുക, ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ അടുത്ത തലമുറയിലേക്ക് ശാപം പോകരുത്. बोले पिता ये अगले पीढ़ी में नहीं जाना है. ശാപം എന്ന് പറഞ്ഞാൽ എന്താ? श्राप क्या है? ആരെങ്കിലും ശപിച്ചതല്ല ശാപം, किसी ने श्राप दिया वो നമ്മൾ नहीं. ചെയ്യുന്ന തിന്മയുടെ ശിക്ഷയാ ശാപം. हमने जो गलतियां की उसका शिक्षा है. നമ്മൾ ചെയ്യുന്ന തിന്മയുടെ ശിക്ഷ हमारी गलतियों का शिक्षा അത് അടുത്ത 4 തലമുറ വരെ അനുഭവിക്കുന്ന വേദോസം अगले 4 पीढ़ी तक होगा कहता है. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത് അടുത്ത തലമുറയിലേക്ക് പോകല്ലേ. वो अगले पीढ़ी में नहीं जाना है. ഞങ്ങളോട് ക്ഷമിക്കണമേ. हमें क्षमा करना. കർത്താവ് ക്ഷമിക്കും. परमेश्वर क्षमा യേശുവിന്റെ करेगा. രക്തം ശാപത്തെ മായ്ക്കും. यीशु का लहू जो श्रापों को If you बुझा देता have है. that feeling that your family is cursed, अगर आपको ऐसा लगता है कि आपका परिवार श्रापित today है, morning Holy Spirit is guiding me to say, आज पवित्र आत्मा कहते हैं मुझे कहने के लिए wash that area with the blood of आपने उस Jesus. जगह को यीशु के लहू से धो ले. യേശുവിന്റെ രക്തം മായ്ക്കുമെന്ന്, यीशु का लहू बुझा देता ശാപത്തെ है. മായ്ക്കുമെന്ന് श्राप को बुझाता है. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. बहुत सारे अनुभव है. ഹല്ലേലൂയ. എനിക്കൊരു ഭയമുണ്ടായിരുന്നു, पास्टर को एक भय था, something will happen to me also. इन्हें भी कुछ होगा. എനിക്ക് 10-35 വയസ്സായപ്പോൾ जब 35 साल का हुआ സാത്താൻ എന്നോട് എപ്പോഴും പറയുന്ന ആ വർഷമായപ്പോൾ कि जब साता हमेशा कहता था ഫെയ്ത്ത് സിറ്റി ചർച്ചിന്റെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. फेथ सिटी चर्च का एक उपवास प्रार्थना चल ഉപവാസ रहा था. പ്രാർത്ഥനയിൽ उस उपवास प्रार्थना കേരളത്തിൽ നിന്നൊരു ദൈവദാസൻ പ്രസംഗിക്കുന്നു. में केरला से एक परमेश्वर दास പാസ്റ്റർ है. അനി ജോർജ് എന്ന് പറയുന്ന ഒരു ദൈവദാസന് एनी जॉर्ज बोल के परमेश्वर അദ്ദേഹം दास. ശക്തമായി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ वो जब सामत से ദൈവാത്മാവിനോട് പറഞ്ഞു, परमेश्वर की आत्मा ने कहा നിന്റെ മേലുള്ള ആ ശാപത്തെ പൊട്ടിക്കാൻ പറഞ്ഞു.
बोले कि तेरे ऊपर जो श्राप है उसे तोड़। പാസ്റ്റർ അല്ല കേട്ടോ, पास्टर ने नहीं, കർത്താവിനോട് പറഞ്ഞു, परमेश्वर ने ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ആ വെല്ലുവിളിയെ ശാസിക്ക്. बोले कि यीशु मसीह के नाम से उस നിന്റെ चुनौती को കുടുംബത്തെ तोड़। പിന്തുടരുന്ന ആ സാത്താന്യ ശക്തിയെ ശാസിക്ക്. तुझे और तेरे परिवार को जो पीछे करने वाला शैतान इस ഞാൻ ഇന്നും ഓർക്കുന്നു, ആ आज भी याद മീറ്റിംഗിന് करते हैं നടക്ക് വലിയ ദൈവശക്തി എന്റെ മേൽ ഇറങ്ങി വന്നു. कि बहुत बड़ा परमेश्वर का सामर्थ उतर आया उस मीटिंग में। കെട്ടഴിയുന്നത് ഞാൻ അനുഭവിച്ചു, वो बंधन खुलता हुआ ആ ശാപം മാറുന്നത് ഞാൻ അനുഭവിച്ചു, वो श्राप हटता हुआ मैं എന്റെ अनुभव किया। ഹൃദയത്തിലെ ഭയം മാറുന്നത് ഞാൻ उस അനുഭവിച്ചു. भय को भजाते हुए मैंने देखा। യേശു മായ്ക്കുമെന്ന് यीशु बुझाता है। ഞാനൊരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുക. पास्टर एक नौजवान के लिए प्रार्थना कर रहा है। ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥകൾ കണ്ടിട്ട് उनका जीवन की अवस्था देख के ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, परमेश्वर की आत्मा ने कहा, ഹല്ലേലൂയ, ഇവന്റെ അപ്പച്ചൻ എന്താ ചെയ്തതെന്ന് ചോദിക്കാം. और इसके दादा ने क्या किया पूछ। ഇവന്റെ അപ്പച്ചൻ എന്താ ചെയ്തത്? इसके दादा ने ശ്രദ്ധിക്കുക, क्या എല്ലാവരും किया? ശ്രദ്ധിച്ചേ. इसका दादा ने क्या किया? इन्हें अपचन दे दो। ശുശ്രൂഷനുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. सेवक का अनुभव कह रहे हैं। ഞാൻ സഹോദരനോട് പറഞ്ഞു, उस भाई से എന്റെ कहा, പിതാക്കന്മാരുടെ പാപം ഏറ്റുപറ. बोला तुम्हारे पिताओं के पापों को നമ്മൾ अंगीकार ചിന്തിക്കുന്ന कर। പോലെ ഒരുത്തന്റെ കണ്ണുനീര് നമ്മുടെ അപ്പന്മാര് അമ്മമാര് നിമിത്തം വീണിട്ടുണ്ടെങ്കിൽ that will be a curse upon us. अगर हमारे द्वारा, अगर हमारे पूर्वजों के द्वारा किसी आंसू അത് हम पे गिरा तो ശാപത്തിന് श्राप കാരണമായി है। തീരും. वो श्राप है, അവർക്ക് അറിയത്തില്ലായിരുന്നു, उन्हें पता नहीं പക്ഷെ था। നമുക്കറിയാം, हमें पता നമുക്ക് है, ബുദ്ധിയുണ്ട്. हमें बुद्धि है। ദൈവം നമ്മുടെ കണ്ണിനെ തുറന്നു. परमेश्वर हमारी आंखों को അതുകൊണ്ട് खोला। പ്രാർത്ഥിക്കണം, കർത്താവേ ക്ഷമിക്കണമേ. हमें प्रार्थना करना, परमेश्वर क्षमा ഇവിടെ ഇതാ कर। പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപത്തെ ക്ഷമിക്കണം. यह कहते हैं मेरे पिताओं के पापों को ഒത്തിരി क्षमा कर। വാക്യങ്ങൾ റെഫറൻസ് തരാനുണ്ട്. बहुत सारे रेफरेंस देना है ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഇതേ സങ്കീർത്തനത്തിലെ ഇതേ വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. कि दानियल 9 में भी यही सेम आयत लिखा ദാനിയേൽ है। പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. दानियल कहते हैं हमारे पिताओं के पूर्वजों का पाप നമ്മുടെ क्षमा करना। പിതാക്കന്മാരുടെ പാപം നമ്മുടെ മേൽ ശാപമായി വീണിട്ടുണ്ടെങ്കിൽ, अगर हमारा पूर्वजों का पाप हम पे श्राप बन के गिरा അവരുടെ है तो, ദുഷ്ടത നമ്മുടെ മേൽ ശാപമായി वो വീണിട്ടുണ്ടെങ്കിൽ, दुष्ट हमारे पर श्राप बन के गिरा है तो, ഇന്ന് പകൽക്കാലം പറയണം, യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണേ. तो आज कहना यीशु तेरे लहू से എനിക്കറിയാം, मुझे ഇത് धो ले। വളരെ ഡീപ്പായിട്ട് ചില വ്യക്തികളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. मुझे गहराई में कुछ लोगों से कहना है ये। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास ഒന്ന് करते हैं? ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞാട്ട്, अपने आप को കർത്താവേ समर्पण करके लो। ചിലതിനെ നീ മായ്ക്കണം. परमेश्वर तू उसे बुझा देना, ക്രൂശിൽ യേശു മായ്ച്ചതുപോലെ जैसे सूली पे यीशु ने ആ बुझाया, രക്തത്താൽ उस लहू से। എനിക്ക് വിരോധമായി എഴുതിയതിനെ മായ്ക്കണമെന്ന് എത്ര പേർ പറയും? कितने लोग बोले प्रभु मेरे विरुद्ध में എനിക്ക് लिखा हुआ വിരോധമായി सारी चीज़ को तू എഴുതിയതിനെ बुझा दे। മായ്ക്കണമെന്ന്. എന്റെ വിധിയെ നിനക്ക് മായ്ക്കാൻ പറ്റൂ? मेरी तकदीर को तू बदल सकता എന്റെ है, കുണ്ടലിയെ നിനക്ക് മായ്ക്കാൻ പറ്റും? मेरी कुंडली तू बदल എന്റെ सकता है, നക്ഷത്രങ്ങളെ നിനക്ക് മായ്ക്കാൻ പറ്റും? मेरे सितारों को तू बदल सकता है। ഹല്ലേലൂയ. ഒരു അപഹാരം, ഒരു ഗ്രഹത്തിന്റെ അപഹാരം എന്റെ മേലുണ്ടാകത്തില്ല. कोई भी ग्रह मुझ पे भारी नहीं होगा। ചിലർക്ക് അങ്ങനെ പഠി, ഗ്രഹത്തിന്റെ അപഹാരം അല്ലേ, ഇതൊന്നും നിങ്ങൾക്ക് ഫലിക്കത്തില്ലെന്ന്. ये ग्रह का कोई भी चीज आप पे नहीं എന്തുകൊണ്ട് होगा, ഫലിക്കത്തില്ല? आपको हानि नहीं होगा, ഹല്ലേലൂയ. നിങ്ങൾ യേശുവിന്റെ പൈതലായതുകൊണ്ട്, क्योंकि आप यीशु के बच्चे हैं। നിങ്ങൾ യേശുവിന്റെ പൈതലായതുകൊണ്ട് आप यीशु के बच्चे हैं। എല്ലാം മായ്ക്കുമെന്ന്. सब कुछ जो बुझाएगा। ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പറ്റുമോ? एक क्षण खड़े रहेंगे। വാട്ട് എവർ വിച്ച് ഇസ് റിട്ടൺ അഗൈൻസ്റ്റ് യു, जो भी आपके विरुद्ध में लिखा है, ജീസസ് ഈസ് ഗോയിങ് ടു erase everything today Amen. morning. यीशु सब कुछ बुझाने वाला आज के So सुबह। നിന്റെ ഫ്യൂച്ചർ ആരാണ്? നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? आपका भविष्य कौन तैयार है? ദൈവം എന്നോട് ശക്തമായിട്ടൊരു കാര്യം പറയുക. परमेश्वर का आत्मा शामत से कह रहा है। ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞൊരു കാര്യം, कल रात को कहा, ഇന്ന് മീറ്റിംഗിൽ പറയണമെന്ന് പറഞ്ഞ കാര്യം, आज मीटिंग में कहने को कहा, നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്, आपका भविष्य को निर्णय करने നിന്റെ वाला, ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് आपका ഈ फ्यूचर ലോകത്തിലെ जो ഒരു है, മനുഷ്യനുമല്ല. इन दुनिया के इंसान नहीं, നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് आपका भविष्य को कौन निर्णय ഇവിടുത്തെ करता ഒരു है? അന്ധകാര ശക്തിയുമല്ല. कोई अंधकार की शक्ति नहीं। ഈ വചനം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ये वचन बोलने के छूट गया, പക്ഷേ ഇപ്പോൾ ഈ വചനം പ്രസംഗിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക് ദൈവം എന്നെ അത് ഓർപ്പിക്കുന്നു. पर मैं शायद मुझे याद दिलाया। അതുകൊണ്ട് ഞാൻ പറയുക, मैं कहता हूँ, നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് तेरा भविष्य कौन निर्णय करता है? നിന്റെ ഫേറ്റ്, നിന്റെ വിധിയല്ല. तेरा तकदीर नहीं। ആമേൻ. നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് तेरे भविष्य को करता है, നിന്റെ ജാതകമല്ല. तेरा कुंडली नहीं। നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് तेरा फ्यूचर जो डिसाइड करता है, നക്ഷത്രഫലമല്ല. कोई तारे नहीं। നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് तेरा फ्यूचर कौन നിന്റെ डिसाइड? രാശിചക്രമല്ല. तेरा राशि नहीं। ആമേൻ. നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് तेरा जो फ्यूचर डिसाइड, പിശാചല്ല. शैतान नहीं। നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് तेरा भविष्य को निर्णय करता है, മന്ത്രവാദിയുടെ മന്ത്രമല്ല. कोई जादू टोना करने वाला नहीं। ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്
आपका जो भविष्य निर्णय करता है, നിനക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവാണ്. आपके लिए जो जीवन दिया वो यीशु है. യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ, यीशु पे अगर विश्वास करे, अगर वो हाथ ഇന്ന് पकड़ा കൈ है, നീട്ടി പിടിച്ചിട്ട് പറഞ്ഞാൽ യേശുവേ നിന്റെ കരം ഞാൻ പിടിക്കുക. तो हाथ बढ़ा के बोले यीशु पे तेरा हाथ पकड़ रहा हूं. അതെന്റെ ജീവിതത്തെ മാറ്റാൻ പോകുക. वो मेरे जीवन को बदलने എനിക്ക് वाला है. വിരോധമായ എല്ലാ പദ്ധതികളും ഇന്ന് പൊളിയാൻ പോകുക. मेरे विरुद्ध का सारे योजना आज निकल Whatever जाएगा. which is written against me, जो भी मेरे विरुद्ध में लिखा है, the plans and the devices of the evil one, जो शैतान के सारे बातें, सारी പിശാചിന്റെ चीजें, സകല പദ്ധതികളും, उसके सारे पद्धति, പിശാചി നിങ്ങളെ തകർക്കാൻ പദ്ധതി ഒരുക്കി അല്ലേ? कि शैतान आपको नाश करने के लिए योजना ആ बनाया, പദ്ധതികളെ യേശു തകർക്കാൻ പോകുക. उस योजना को यीशु नाश करेगा. പിശാചിന്റെ എല്ലാ കെട്ടും അഴിക്കാൻ പോകുക. शैतान का सारे बंधन You are तोड़ेगा. here in the presence of God. आप परमेश्वर की सन्निधि If में you हैं. believe this word, it is for you. विश्वास करो ये आपके लिए था. ഇത് നിങ്ങൾക്കുള്ള വചനമാണെന്ന് വിശ്വസിച്ചാൽ, ये आपके लिए वचन है, विश्वास करेगा तो ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ അറിയുക ചില വ്യക്തികളുടെ മേൽ വലിയ ഡെലിവറൻസ് നടക്കാൻ പോകും. ചില കുടുംബങ്ങളുടെ മേൽ വലിയ ഡെലിവറൻസ് നടക്കാൻ പോകും. कुछ लोगों में परमेश्वर बहुत बड़ा छुटकारा आ रहा है. ലൈവ് കാണുന്ന ചില ദൈവമക്കളെ നിങ്ങളോട് ഞാൻ പറയുക, लाइव देखने वाले परमेश्वर बच्चों में in your workplace, hallelujah, आपकी जगह पे you are going to see a miracle. आप एक चमत्कार You know देखेंगे. someone who is bothering about the issues in their workplace. जो आपके काम के जगह पे आपको जो दिक्कतें आ रहा ദൈവമക്കൾ है, ചില വ്യക്തികളുടെ ലൈവ് കാണുന്ന ചില വ്യക്തികളുടെ പുറത്ത് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ചില വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെ ഭാരപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ബോസ് അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് കർത്താവാണ്. आपका बॉस नहीं, आपका फ्यूचर डिसाइड करते परमेश्वर It's है. not the plan of human being, कोई इंसान का योजना नहीं, but there is a divine plan about your life. आपके ऊपर परमेश्वर की योजना है. Pray along with me. മനുഷ്യനല്ല പ്ലാൻ ചെയ്യുന്നത്. इंसान नहीं पता മനുഷ്യന്റെ പ്ലാൻ തകിടം മറിയുമെന്ന്, कि इंसान का योजना गलत हो സ്വർഗത്തിന്റെ जाएगा. പ്ലാൻ നിങ്ങളുടെ മേൽ പൂർണ്ണമാകുമെന്ന്. स्वर्ग का पद्धति आपके ऊपर पूरा होगा. ഓ ജമാനരകദൽ ഘടകശന്തനെ. ക്രൂശിലെ യേശു ജയാളിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രൂശിലെ യേശു നിങ്ങളുടെ പാപത്തിനോ രോഗത്തിനോ ഒന്നും എന്റെ മേൽ ഒരു അസറില്ല, ഒരു പവർ ഇല്ല. श्राप को, पाप को, किसी को मेरे पे कोई सामर्थ्य नहीं है. Can you believe that? Can you confess that? क्या वो कह सकते Can हैं? you declare that? आप നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റുമോ പാപത്തിന് എന്റെ മേൽ ഒരു അസറില്ല? कि पाप को मेरे पे कोई हक नहीं है. ഞാൻ നല്ലവനായോണ്ടല്ല, by the virtue of the shed blood of Jesus. मैं पवित्र बोल के नहीं, यीशु के लहू के द्वारा. യേശുവിന്റെ രക്തം എന്നെ കഴുകുക. यीशु के लहू मुझे धो रहा है. പറഞ്ഞാൽ യേശുവേ എന്നെ കഴുകണം, यीशु मुझे धो ले. എന്റെ തെറ്റുകൾ ക്ഷമിക്കണം. Every eyes मेरे closed and क्षमा pray. कर. Oh my Jesus, മഷൽ കമാനരഗദലേ. എന്നെ കഴുകണമേ യേശുവേ, यीशु मुझे धो दे. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, मेरे पापों को क्षमा कर. പാപങ്ങളെ ക്ഷമിക്കണമേ. पापों को क्षमा कर. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. आपके जीवन में समस्या But when you ask for forgiveness, जब आप क्षमा मांगता है, Jesus is gracious to forgive your sins. यीशु मसीह आपके पापों को क्षमा करता है. നിങ്ങളുടെ പാപങ്ങളെ യേശു ക്ഷമിക്കുമെന്ന്. आपके पापों को यीशु क्षमा करेगा. എന്നിട്ട് ഒരു പുതിയ വ്യക്തിയെ പോലെ, ഒരു പുതിയ കുഞ്ഞിനെ പോലെ, ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെ പോലെ, और अभी जन्म हुए बच्चे के समान, ഒരു പവിത്ര മാസൂം ബच्चा का जैसे आपको स्वीकार करेगा. और കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങളെ സ്വീകരിക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ശാപങ്ങളെ കഴുകി മാറ്റുമെന്ന്. वो आपके शापों को निकाल देगा. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ചില ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ये मीटिंग में अटेंड किया कुछ लोगों के लिए प्रार्थना करते हैं. അവർക്ക് എതിരെയുള്ള ചില പാരമ്പര്യ ശക്തികളെ, इनके विरुद्ध में जो पारंपरिक जो शक्ति है, ചില ശാപങ്ങളെ कुछ शापों को ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കഴുകി മാറ്റുന്നു. हम यीशु मसीह के नाम से धो लेते ചില हैं. രോഗങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇറേസ് ചെയ്യുന്നു. कुछ बीमारियों को यीशु मसीह के नाम से हम बुझा देते हैं. യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ കഴുകുന്നു. यीशु के लहू से हम धोते Let हैं. your people have that freedom right now. आमीन हालेलुया. प्रभु तेरे लोगों को आजादी अभी महसूस होने കർത്താവിനെ दे. കഴുകിക്കാട്ട് ശുദ്ധീകരിച്ചാട്ട്. In their body, soul and spirit, let them experience that freedom. उनके शरीर, आत्मा और शरीर में वो आजादी महसूस होने दे. എത്രയോട് വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെ തൊടുകയാണ്. कितने लोग विश्वास करते हैं परमेश्वर को छू रहा है. ചിലതിനെ മായ്ച്ചുകൊണ്ടിരിക്കുക, परमेश्वर कुछ चीजों को बुझा रहा है. ചിലതിനെ മായ്ച്ചുകൊണ്ടിരിക്കുക. कुछ चीजों को बुझा रहा है. അഭിജിത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുക, अभिजीत परमेश्वर के आत्मा आपसे कहता है, നിനക്കെതിരെ ശത്രു ഒരുക്കിയ ചില പ്ലാനുകളെ ഇന്ന് കർത്താവ് മായ്ച്ചുകൊണ്ടിരിക്കുക. शत्रु ने तेरे विरुद्ध में जो भी योजना बनाई परमेश्वर उसे बुझा रहा നിന്റെ है. ഉയർച്ചയെ തടഞ്ഞത്, നിന്റെ ഉയർച്ച, നിന്റെ ഗ്രോത്തിനെ തടഞ്ഞത്, तेरी जो बढ़ोतरी को रोका, നിന്റെ പ്രോഗ്രസിനെ തടഞ്ഞത്, तेरा ग्रोथ को जो रोका, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചില കരങ്ങളുണ്ട്. उसके पीछे काम किया कुछ हाथ है. അതിന്റെ പിന്നിൽ നിന്നെ ചലഞ്ച് ചെയ്ത ചില വ്യക്തികളുണ്ട്. उसके पीछे तुझे
चुनौती दे कुछ നിന്നെ व्यक्तियां हैं മുമ്പോട്ട് എത്തിക്കത്തില്ലെന്ന് പ്ലാൻ ചെയ്ത ചില പ്ലാനുകളുണ്ട്. तुझे वहां नहीं पहुंचने देगा बोल के योजना बनाया യേശു कुछ चीजें ക്രിസ്തുവിന്റെ നാമത്തിൽ आमेन इस ആ പ്ലാനുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. यीशु मसीह के नाम से उस योजना को हम कैंसिल करते हैं ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തത്തിന്റെ പവർ आमेन ഈ ബക്കറ്റ് മേൽ ഇറങ്ങട്ടെ. हालेलुया Let him experience your power and anointing, Jesus. മോനെ നിനക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്? There was a plan against, hallelujah, people were conspiring against you. There was a time they decided that you will never come up in your life. They planned and they decided in that way. But today morning Holy Spirit is guiding me to say that Jesus is erasing all that wicked plans which is made against you. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ everybody pray, hallelujah, कोई പാടിക്കട്ടെ. जो जिसको प्रार्थना चाहिए आगे आ जाइए. मशल कम अनर गदले चाल कम शल कम 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 कम. Hallelujah, victory. Everybody, those who need a prayer, come forward, come forward. One everybody. ലോകത്തിനന്മേൽ കാര്യമില്ല, ശാപത്തിനന്മേൽ ജയവുമില്ല. ലോകത്തിനന്മേൽ കാര്യമില്ല, ശാപത്തിനന്മേൽ ജയവുമില്ല. ക്രൂശിലേശു ഇതെല്ലാം വഹിച്ചത് ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശു ഇതെല്ലാം വഹിച്ചത് ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ലോകത്തിനന്മേൽ കാര്യമില്ല, ശാപത്തിനന്മേൽ ജയവുമില്ല. ലോകത്തിനന്മേൽ കാര്യമില്ല, ശാപത്തിനന്മേൽ ജയവുമില്ല. ക്രൂശിലേശു ഇതെല്ലാം വഹിച്ചത് ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശു ഇതെല്ലാം വഹിച്ചത് ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. എന്നേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്നേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചതാ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചതാ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചത് ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചത് ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന
ശാപത്തിനെന്നെ ജയവുമില്ല. ക്രൂശിലെ യേശു ഇതെല്ലാം വഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലെ യേശു ഇതെല്ലാം വഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനെന്നെ കാര്യമില്ല, ശാപത്തിനെന്നെ ജയവുമില്ല. രോഗത്തിനെന്നെ കാര്യമില്ല, ശാപത്തിനെന്നെ ജയവുമില്ല. ക്രൂശിലെ യേശു ഇതെല്ലാം വഹിച്ചത്. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലെ യേശു ഇതെല്ലാം വഹിച്ചത്. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, കരയുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, കരയുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലെ യേശു ഇതെല്ലാം സഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലെ യേശു ഇതെല്ലാം സഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ
താഴുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ അധികാരം ഉപയോഗിച്ചു. ജയവുമില്ല. ക്രൂശിലന്നേശു ഇതെല്ലാം വഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. 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 എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലന്നേശു ഇതെല്ലാം സഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലന്നേശു ഇതെല്ലാം സഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ലോകജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ തളരുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ശോധന വരുമ്പോൾ ഇനി ഞാൻ കരയത്തില്ല. जब हृदय प्रतिकूल आता है तो मैं रोएगा नहीं, तकेगा नहीं. കേട്ടോ, ഇനി നിങ്ങൾ കരയണ്ട. अभी आपको रोना नहीं है. ഇന്ന് വരെ കരഞ്ഞത് മതി. आज तक रोया काफी है. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, ഒരു വചനം കൂടെ ഓർപ്പിക്കുക. परमेश्वर की आत्मा ने आज सुबह बताया और एक वचन में बताता हूं. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, एक्सोडस 3 में इस प्रकार कहता है, എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, आमेन, हालेलुया. मेरे प्रजा का आंसू मैंने देखा, അവരുടെ നിലവിളി ഞാൻ കേട്ടു, उनके पुकार मैंने അവരെ सुना. വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. आमेन, उन्हें छुड़ाने के लिए मैं उतर आया है. യേശു ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. आमेन, आमेन. यीशु आज तुम्हारे लिए उतर आया है. നാളുകളായിട്ട് നിന്റെ കരച്ചിൽ കണ്ട്, कि सालों से तेरी आंसू देख നിന്റെ के, കണ്ണുനീർ കണ്ട്, तेरी आंसू देख के, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ, तेरे अवस्थाओं को फर्क देने നിന്റെ के लिए, നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ. तेरे नष्ट को लाभ കേട്ടോ, कराने के लिए, നഷ്ടങ്ങൾ ലാഭമാകുമെന്ന്, तेरा नष्ट നഷ്ടം जो है ലാഭമാകും, लाभ होगा, तेरा नष्ट लाभ നഷ്ടം होगा, ലാഭമാകുമെന്ന്, नष्ट जो है लाभ होगा, നിന്റെ നഷ്ടങ്ങളെ तेरे ലാഭമാക്കുവാൻ नष्ट को लाभ करने യേശു के लिए, നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. यीशु तेरे लिए उतर आया है. അതുകൊണ്ട് രോഗത്തിനോ ശാപത്തിനോ നിന്റെ മേൽ ഇനി ഒരു സ്വാധീനവുമില്ലെന്ന്, इसके लिए बीमारी को, श्रापों को, शाप को तेरे में कोई भी നിന്റെ हक മേലും नहीं है. നിന്റെ ഭവനത്തിനുമേലും तेरे पे और तेरे कुटुंब पे അങ്ങനെ പാടിയത്. ऐसा गीत അതിന്റെ गाया. കൂടെ പറഞ്ഞാട്ടെ, साथ में मुंह खोल के എന്റെ बोलो, തലമുറയുടെ മേൽ, मेरे पीढ़ी के ऊपर, എന്റെ ബിസിനസിന്റെ മേൽ, मेरे बिजनेस എന്റെ पे, ജോലിയുടെ മേൽ, मेरे नौकरी में, എനിക്കുള്ള ഒന്നിന്റെ മേൽ मेरे पे जो भी सब ഒരു कुछ में, സാത്താന്റെ പദ്ധതി നടക്കത്തില്ലെന്ന്, कोई सातान का काम नहीं ഇനി ആ चलेगा, മന്ത്രവാദം ഫലിക്കത്തില്ലെന്ന്. कोई जादू टोना नहीं होगा. കഴിഞ്ഞ നാളുകളിൽ മന്ത്രവാദം ഫലിച്ചു, ഇനി ഫലിക്കത്തില്ലെന്ന്. पहले जादू टोना काम किया लेकिन अभी नहीं होगा. എന്തുകൊണ്ട് ഫലിക്കത്തില്ല? क्यों नहीं होगा? എനിക്ക് ഇന്ന് മനസ്സിലായി, मुझे आज पता चला. യേശു കർത്താവ് ക്രൂശിൽ ഇതെല്ലാം മായ്ച്ചെന്ന്. यीशु ഹല്ലേലൂയ. ने सब बुझा दिया. തകടിൽ എഴുതിയത് യേശു മായ്ച്ചു. തകടിൽ എഴുതിയത് कि जो ताबीज में लिखा हुआ यीशु ने बदल दिया. അതിനെ മായ്ച്ചു. यीशु ने उसे बुझा പിശാച് दिया. എഴുതിയതിനെ മായ്ച്ചു. शैतान ने लिखा उसे बुझा दिया. ധൈര്യത്തോട് പറഞ്ഞാട്ടെ, धैर्य से बोलो, ഹല്ലേലൂയ, ഞാൻ ജയാളിയാണ്. मैं जयवंत हूँ. I am victorious. मैं जयवंत हूँ. Wherever I go, मैं जहाँ भी I am going to जाऊँ, see victory. मैं जय देखेगा. From today, आज से can you declare it? आप कह सकते हैं क्या? ഞാൻ പറയുന്നത് വിളിച്ചു പറഞ്ഞാട്ടെ. आप पासवान जो बोला, ഇന്നു മുതൽ, ഇന്നു മുതൽ, ഇന്നു മുതൽ आज से मुंह खोल के ഞാൻ बोलो, എവിടെ आज से പോയാലും मैं कहाँ भी जाऊँ, ഞാൻ मुंह खोल के बोलो, ഞാൻ ജയാളിയായിട്ട് നിൽക്കാൻ मैं പോകുകയാണ്. जयाली होगा, मैं विजयंत होगा, ഞാൻ जयवंत होगा. കാല് വെക്കുന്നിടത്തൊക്കെ मैं जहाँ भी पैर रखेगा, ഞാനൊരു ജയാളിയാകാൻ मैं പോകുകയാണ്. वहाँ एक जयवंत होगा. എന്റെ കുടുംബത്തിൽ ഇന്നു മുതൽ ഞാൻ ജയാളിയാ. मेरे कुटुंब में आज से मैं जयवंत हूँ. എന്റെ ബിസിനസ്സിൽ ഇന്നു മുതൽ ഞാൻ ജയാളിയാ. मेरे बिजनेस में आज से मैं जयवंत हूँ. എന്റെ ശുശ്രൂഷയിൽ ഇന്നു മുതൽ ഞാൻ ജയാളിയാ. मेरे सेवक में आज से मैं जयवंत हूँ. എന്തുകൊണ്ടെന്നാൽ
you. എനിക്കെതിരായിട്ടുള്ള പിശാചിന്റെ സാത്താന്യ തന്ത്രങ്ങളെ യേശു മായ്ച്ചെന്ന്. मेरे विरुद्ध शैतान के सारे कामों को यीशु ने बुझा दिया. ഞാൻ ജയാളിയാണ്. जयवंत हो. Go with this anointing. Go with this anointing. आप इस अभिषेक के साथ ഈ जाइए. ബലത്തോട് പോയിക്കാട്ടെ. इस बल के साथ ഈ जाइए. ബലത്തോട് പോയിക്കാട്ടെ. ये बल के साथ